നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരു പുതിയ ദിവസത്തിലേക്ക് ഒരു പുതിയ വർഷത്തിലേക്ക് സ്വാഗതം. എല്ലാ ന്യൂസ് 18 കേരളത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. ആദ്യമായിട്ടാണ് ഞാൻ ന്യൂസ് 18 കേരളത്തിന്റെ സ്ക്രീനിലൂടെ ന്യൂസ് 18ലൂടെ ഇങ്ങനെ വിഷു ആഘോഷിക്കുന്നത്. അപ്പൊ അതിന്റെ സന്തോഷം കുറച്ച് കൂടുതലാണ്. ആരി ഞാനും ഒന്നിച്ച് സ്ക്രീനിൽ വരുന്നത് ആദ്യമായിട്ടാണ്. അപ്പൊ എനിക്ക് സ്പെഷ്യലാണ് ചേച്ചിയുടെ കൂടെ വിഷു ആഘോഷിക്കാൻ പറ്റി എന്നുള്ളത്. അതുകൊണ്ട് ആ എല്ലാ സന്തോഷങ്ങളോടും കൂടി നമ്മൾ വിഷുവിലേക്ക് തുടക്കം വെക്കുകയാണ്. വിഷു എന്ന് പറയുമ്പോൾ ഒരു വർഷത്തിന്റെ തുടക്കമാണല്ലോ. ഐശ്വര്യവും സമൃദ്ധിയും ആരോഗ്യവും ഒക്കെയുള്ള ഒരു വർഷം തന്നെ ആവട്ടെ എല്ലാ പ്രേക്ഷകർക്കും എന്ന് ഞങ്ങൾ ഹൃദയപൂർവ്വം ആശംസിക്കുകയാണ്. വിഷുവിനെ പറ്റി എഴുതി കൊതിപ്പിക്കുന്ന ഒരു കവിയാണ് പി കുഞ്ഞിരാമൻ നായർ. അദ്ദേഹത്തിന്റെ വിത്തും കൈക്കോട്ടും എന്ന കവിത വിഷുവും കാർഷിക സമൃദ്ധിയും പ്രകൃതിയൊക്കെ തമ്മിലുള്ള മനോഹരമായൊരു സമ്മേളനമാണ്. അതെ, നമുക്ക് ആ കവിത കണ്ടിട്ട് തിരികെ എത്താം. കോഴിക്കൂകും വരയ്ക്കുമുറങ്ങാതാഴിമെത്തയിൽ വീണുരുളുമ്പോൾ കാന്തശൈല നിരകളിൽ പൊന്തി ശാന്തമലച്ചലച്ചേന്തി മങ്ങും നീരതച്ചാർത്തിൽ മയങ്ങി മന്ദിരം തോറും കേറിയിറങ്ങി തോട്ടത്തിൻ തണൽ ചില്ലയിൽ തങ്ങി ആറ്റിൽ നീന്തുന്ന കാറ്റിലിണങ്ങി മേജക ഭൃഗുഭൂവിൽ വിരിഞ്ഞു മേഷസംക്രമ പൊൻവെയിൽ നാളം മേജക ഭൃഗുഭൂവിൽ വിരിഞ്ഞു മേഷസംക്രമ പൊൻവെയിൽ നാളം. വിഷു എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കൊരു സന്തോഷമാണ് അല്ലേ? ആ ഒരു കണി കാണുന്നതും ആ രാവിലെ എഴുന്നേറ്റുള്ള നമ്മുടെ ആ ഒരു ദിവസം തുടങ്ങുക എന്ന് പറയുന്നത് നമ്മൾ ജനറലി ആ ഒരു വർഷം മുഴുവൻ എഴുന്നേക്കുന്നത് എങ്ങനെയാണോ അല്ലെങ്കിൽ ഒരു ദിവസം തുടങ്ങുന്നത് എങ്ങനെയാണോ അങ്ങനെയേ അല്ല എന്നുള്ളത് തന്നെയാണ്. ആ തുടക്കം മുതൽ തന്നെ നമ്മൾ ആ ഒരു ആഘോഷത്തിന്റെ ഭാഗമാകുന്നു എന്നുള്ളതാണ് വിഷുവിന്റെ ഒരു പ്രത്യേകത. മാത്രമല്ല നമ്മള് ഈ വർഷം മുഴുവൻ എന്തൊക്കെ കാണണോ എന്തൊക്കെ ഉണ്ടാവണോ അതിൻ്റെ ഒരു സൂചനയാണ് നമ്മൾ ആ കാണുന്ന കണി. അതിലെല്ലാം ഉണ്ട്. അതിൽ ഫലമൂലാദികളുണ്ട്, അല്ലെങ്കിൽ ധാന്യങ്ങളുണ്ട്, പൈസയുണ്ട്, ഐശ്വര്യത്തിന് വേണ്ട എല്ലാം ആ ഒരൊറ്റ കണിയിലുണ്ട്. അത് ഈ വർഷം മുഴുവൻ നീണ്ടു നിൽക്കണേ എന്നതാണ്, ആ പ്രാർത്ഥനയോടെയാണ് നമ്മൾ ഒരു ദിവസം തുടങ്ങുന്നത്. പക്ഷെ മലയാളികളെ സംബന്ധിച്ച് അതിനൊക്കെ അപ്പുറത്തും കാർഷിക സമൃദ്ധിയുടെ ഒരു ഉത്സവമാണ്. അതായത് കൃഷി പ്രധാന ഒരു നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു സംസ്കാരമാണ് മലയാളികളുടേത്. ആ സംസ്കാരം ഊട്ടി ഉറപ്പിക്കുന്ന ഒരു ദിവസമാണ്, അത് തുടങ്ങി വെക്കുന്ന ഒരു ദിവസമാണ്. ഇന്ന് കാർഷിക വർഷം തുടങ്ങുന്ന ഒരു ദിവസം കൂടിയാണ്. അതെ, അപ്പോൾ എന്തായാലും എല്ലാ നമ്മുടെ പ്രേക്ഷകരും കണിയൊക്കെ കണ്ട് ആ ഒരു സന്തോഷ പുലരിയിലേക്ക് ഉണർന്നിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ വിഷു പുലരിയിൽ എല്ലാ മലയാളികൾക്കും ന്യൂസ് 18 കേരളത്തിന്റെ വിഷു ആശംസകൾ ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്. നമ്മളിപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ കൃഷിയിൽ നിന്ന് അകന്നെങ്കിലും കാർഷിക സമൃദ്ധിയുടെ ഓർമ്മകളിൽ ഇന്നും മലയാളികൾ കാർഷികോൽപ്പന്നങ്ങളും കൊന്നപ്പൂവും കണി കണ്ട് ഉണരുന്ന ദിനമാണ്. അപ്പോൾ ആ ഒരു വിഷുക്കണി, ആ വിഷു ദിനത്തിന്റെ പ്രത്യേകതകളിലേക്ക് നമുക്കൊന്ന് പോയിട്ട് വരാം. ഉണ്ണി ഉറക്കമുണർന്നോളൂ, കണ്ണു തുറക്കാതെ വന്നോളൂ. ഉണ്ണി ഉറക്കമുണർന്നോളൂ, കണ്ണു തുറക്കാതെ വന്നോളൂ. ശരി, ഇനി കണ്ണു തുറന്നോളൂ, ഇരുകൈയും കൂപ്പി തൊഴുതോളൂ. വിഷുവം എന്നാൽ തുല്യമായത് എന്നർത്ഥം. സൂര്യൻ രാത്രിയും പകലും തുല്യമായി വീതിക്കുന്ന ദിവസം. മേടം 1 ഐശ്വര്യത്തിനായി മലയാളികൾ കണി കാണുന്ന ദിനം വിഷു. വിളഞ്ഞ കാർഷിക വിളകളെ വീടിന്റെയും നാടിന്റെയും സമൃദ്ധിയുടെ അടയാളമാക്കുന്ന കാർഷിക സംസ്കൃതിയുടെ നിറവാർന്ന ആഘോഷം. വിഷുക്കണിയാവുന്നത് ഐശ്വര്യമഞ്ഞയിൽ നിറയുന്ന കർണികാരവും കാർഷിക വിളകളും. വധുവിനെയൊരുക്കാനെടുക്കുന്ന മഞ്ഞൾ നിറത്തിൽ നിറയ്ക്കുന്ന ശൃംഗാരവർണം കടക്കണ്ണെറിഞ്ഞാൽ പിടിച്ചിങ്ങെടുക്കാൻ തരിക്കുന്ന വ്യാമോഹതാരുണ്യവർണം കല്യാണമന്ത്രം പൊഴിക്കുന്ന വർണ്ണം കളകളം പാടിക്കുണുങ്ങുന്ന വർണ്ണം. പ്രകൃതിയുടെ ഉത്സവമാണ് വിഷു. വേനലിനോടുള്ള പ്രതിരോധം കൂടിയാണ്.
കടുത്ത ചൂടിൽ വിരിയുന്ന കൊന്നപ്പൂവും വേനലിൽ വിളയുന്ന മാമ്പഴവും ചക്കയും കണിവെള്ളരിയും. കുന്നായ കുന്നിന്മേൽ കൊന്ന മരത്തിന്മേൽ പൊന്നിൻ പൂത്താലി ചാർത്തിയതാരേ, ഞാനല്ല നീയല്ല കർക്കടകക്കാറല്ല. ഗുരുവായൂരും ശബരിമലയും അടക്കം പ്രധാന ക്ഷേത്രങ്ങളിലെല്ലാം വിഷുക്കണി കാണാനെത്തുന്ന ഭക്തർ. വിഷുക്കൈനീട്ടവും പടക്കം പൊട്ടിക്കലും വിഷുസദ്യയുമായി മനസ്സു നിറഞ്ഞ് കുട്ടികൾ. ബന്ധുക്കളും കൂട്ടുകാരും ഒത്തുചേർന്ന് ഒരുമയുടെ സന്തോഷം നിറയുന്ന ദിനം. ഒരു വത്സരത്തിൻ്റെ കൈനീട്ടം ഒരു നാളിലിനി വരാം എന്ന് പറഞ്ഞ് പോകും. വിവിധതരം ചിത്രങ്ങളും വീഡിയോയും കണി കാണും നേരം തുടങ്ങി പാട്ടുകളും നിറയുന്ന സമൂഹ മാധ്യമ വിഷു ആശംസകളുടെ പുതിയ കാലത്തും വിഷുവിൽ മലയാളി ഓർക്കുന്ന വൈലോപ്പള്ളി കവിതയിലെ ഗ്രാമത്തിൻ വെളിച്ചവും മണവും മമതയും ഇത്തിരി കൊന്നപ്പൂവും. നല്ലോണം നല്ലോണം കണ്ടോളൂ, നല്ലതു തന്നെ വരുമല്ലോ. നല്ലോണം നല്ലോണം കണ്ടോളൂ, നല്ലതു തന്നെ വരുമല്ലോ. കൺമിഴിച്ചിങ്ങനെ നിന്നാലോ കുഞ്ഞിക്കൈ ഇങ്ങോട്ടു കാണട്ടെ. അമ്മയിക്കൈയിൽ ഒരുമ്മ വയ്ക്കാം, പിന്നൊരു തൂവെള്ളി തൊട്ടു വയ്ക്കാം. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. വീട്ടിലെ വിഷു മിസ് ചെയ്യുന്നുണ്ടോ ആര്യക്ക്? മിസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷെ എന്നേക്കാൾ കൂടുതൽ മിസ് ചെയ്യുന്നത് എന്തായാലും ശ്രീജ ചേച്ചിക്കായിരിക്കുമെന്ന് എനിക്കറിയാം. കാരണം ഒരു തെക്കും വടക്കുമാണ് ഈ നിൽക്കുന്നത്. അങ്ങ് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ വടക്കോട്ട് പോകുമ്പോഴാണല്ലോ വിഷു എന്ന് പറയുന്നത് ഒരു വലിയ ആഘോഷമായി മാറുന്നത്. തീർച്ചയായിട്ടും ഞാനിങ്ങനെ അതൊക്കെ കാണുമ്പോൾ ആലോചിക്കായിരുന്നു, ഒരു പക്ഷേ ഓണത്തിന് നാട്ടിൽ പോയില്ലെങ്കിൽ എനിക്ക് അങ്ങനെ മിസ് ചെയ്യാറൊന്നുമില്ല. പക്ഷേ വിഷുവിന് നാട്ടിൽ പോയില്ലെങ്കിൽ അത് ഭയങ്കര ഒരു വിഷമമൊക്കെ തോന്നും ഉള്ളിൽ. അപ്പൊ അതുകൊണ്ട് പരമാവധി എന്ത് ചെയ്യും, വിഷു ഓഫീസിലാക്കാൻ നോക്കും. അപ്പൊ പിന്നെ പ്രശ്നമില്ലല്ലോ, രാവിലെ എല്ലാരെയും കാണുന്നു, ഇതുപോലെ പ്രേക്ഷകർ നമ്മളെ കാണുന്ന ആ സന്തോഷമുണ്ട്. അങ്ങനെ എല്ലാം കണ്ട് ഒരു ഹാപ്പി മൂഡിലാവുമ്പം അതറിയില്ല. പക്ഷേ വള്ളുവനാട്ടിലെ വിഷു എന്ന് പറയുന്നത് കൃഷിയുമായി വളരെ ചേർന്ന് നിൽക്കുന്നതാണ്. ഞാൻ വള്ളുവനാട്ടിൽ നിന്ന് വരുന്ന ഒരാളാണ്. അപ്പോൾ അവിടെ രാവിലെ കണി കണ്ടു കഴിഞ്ഞ് നമ്മൾ ഈ കണിയും വിളക്കും ഒക്കെ ആയി പുറത്തേക്ക് ഇറങ്ങി പ്രകൃതിയെ കണി കാണിച്ച്, വീട്ടിലുള്ള പശുക്കളൊക്കെ ഉണ്ടെങ്കിൽ അവരെ കണി കാണിച്ച്, അങ്ങനെ തീ കൂട്ടി കത്തിച്ച് പ്രകൃതിക്ക് കണി കാണിക്കുക എന്നാണ് ആ വിശ്വാസം. അങ്ങനെയൊക്കെ ഉള്ള ഒരു ദിവസമാണ്. അപ്പോൾ കാർഷിക സംസ്കാരവുമായി വളരെയധികം ചേർന്ന് നിൽക്കുന്നതാണ്. വലിയൊരു വ്യത്യാസം കൂടെ പറഞ്ഞു തരട്ടെ. ഞങ്ങളുടെ നാട്ടിൽ വിഷുവിന് ഇതുപോലെ സദ്യ ഒന്നും ഉണ്ടാക്കില്ല. പകരം ഈ സമയത്ത് എന്തൊക്കെ കാർഷിക വിളകളാണോ കിട്ടുന്നത് അതാണ് ഞങ്ങളുടെ വിഷു സദ്യയുടെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ഉദാഹരണത്തിന് ഇത് മാങ്ങ പഴുത്തു തുടങ്ങുന്ന കാലമാണ്. ഇപ്പം ഈ കാലമൊക്കെ ആയപ്പോൾ മാങ്ങ അങ്ങനെ പഴുത്തു തുടങ്ങുന്നൊന്നുമില്ല, തുടങ്ങുന്നതേ ഉള്ളൂ. പക്ഷേ മുമ്പാണെങ്കിൽ ഇത് മാങ്ങ പഴുത്തു തുടങ്ങുന്ന കാലമാണ്. അപ്പം ഞങ്ങൾക്ക് ഇന്ന് സാമ്പാറല്ല, ഇന്ന് മാമ്പഴ പുളിശ്ശേരിയാണ് ഞങ്ങളുടെ പ്രധാന കറി. പിന്നെ ചക്ക ഉണ്ടാവുന്ന കാലമാണ്, അപ്പോൾ ചക്ക എരിശ്ശേരി നിർബന്ധമാണ്. പിന്നെ മൂവാണ്ടൻ മാങ്ങ മൂത്തൊക്കെ വരുന്ന കാലമാണല്ലോ, അപ്പോൾ നമുക്കിന്ന് മാങ്ങ അച്ചാറിടുന്നത് ആ മാങ്ങ കൊണ്ടാണ്. അങ്ങനെ എല്ലാം എന്തൊക്കെയാണ് വീട്ടിൽ മാത്രം കിട്ടുന്ന സദ്യ അല്ലേ? അതാണ്. എനിക്കറിയില്ല വള്ളുവനാടിന് അപ്പുറത്ത് ഇങ്ങനെയാണോ വിഷു സദ്യ എന്ന് എനിക്കറിയില്ല. പക്ഷെ വള്ളുവനാട്ടിൽ വളരെ കാര്യമായി ഇങ്ങനെയൊക്കെയാണ് വിഷു സദ്യ. അതുകൊണ്ടും കൂടി എനിക്ക് വിഷു ഭയങ്കര സ്പെഷ്യലാണ്, ഭയങ്കര നൊസ്റ്റാൾജിക് ആണ്. അതൊക്കെ ആ നൊസ്റ്റാൾജിയ മുഴുവൻ ഉള്ളിൽ ഒതുക്കിയാണ് ഇന്നത്തെ വിഷു ആഘോഷത്തിന് ഇവിടെ നിൽക്കുന്നത്. പക്ഷേ കാര്യമായി വിഷു ആഘോഷിക്കുന്ന മറ്റു ചിലയിടങ്ങളിൽ നമുക്ക് കാണാം അല്ലേ? അപ്പൊ ആദ്യം നമ്മൾ പോകുന്നത് ശബരിമലയിലേക്കാണ്. ഇന്ന് ശബരിമലയിലും ഗുരുവായൂരിലും ഒക്കെ അനുഭവപ്പെടാൻ പോകുന്ന തിരക്ക് എന്ന് പറയുന്നത്, അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന തിരക്കെന്ന് പറഞ്ഞാൽ നമുക്കത് വർണ്ണിക്കാൻ കഴിയില്ല. അവിടെ എത്തി ആ ഒരു തിരുസന്നിധിയിൽ വിഷുക്കണി കണ്ട് ഭഗവാനെ തൊഴുത് ഐശ്വര്യം നേടണമെന്ന് ആഗ്രഹിച്ചെത്തുന്ന ഒരുപാട് ഭക്തജനങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ശബരിമലയിലേക്കാണ് പോകുന്നത്. ശബരിമലയിൽ ദർശനത്തിന് വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. പുലർച്ചെ 4 മുതലാണ് വിഷുക്കണി ദർശനം അവിടെ ആരംഭിച്ചത്. ശ്രീകോവിൽ പ്രത്യേകം ക്രമീകരിച്ച വിഷുക്കണിയും കണ്ട് വിഷു കൈനീട്ടവും വാങ്ങിയാണ് തീർത്ഥാടകർ മലയിറങ്ങുന്നത്. ശശി നാരായണനുണ്ട് വിവരങ്ങളുമായി. ശശി, വിഷു ആശംസകൾ. നല്ലൊരു വിഷു ആവട്ടെ, നല്ലൊരു വർഷം ആവട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്നത്തെ ദിവസം ശബരിമലയിൽ വന്ന് അയ്യപ്പനെ കണ്ട ഒരു വർഷം തുടങ്ങുക എന്നൊക്കെ പറയുന്നത് ഏതൊരു വിശ്വാസിയെ സംബന്ധിച്ച് ഏറ്റവും പുണ്യമുള്ള ഒരു കാര്യമാണ്. എത്രത്തോളം തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ?
ശ്രീജ അതുപോലെ തന്നെ ആര്യ രണ്ടുപേർക്കും വിശ്വാസംസകൾ. എന്തായാലും ശ്രീജ സൂചിപ്പിച്ചല്ലോ തന്നെ അയ്യപ്പനെ കണ്ട് ഒരു വർഷം ആരംഭിക്കുക എന്ന് പറയുന്നുണ്ട് മലയാളിയെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് അയ്യപ്പ ഭക്തരെ സംബന്ധിച്ച് പുണ്യം ഉള്ള ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ വലിയ തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെടുന്നു. പുലർച്ചെ 4 മണിക്ക് നട തുറന്ന സമയം മുതൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഇന്നലെ രാത്രി അത്താഴ പൂജയ്ക്ക് ശേഷമാണ് ശ്രീകോവിലിനുള്ളിൽ പ്രത്യേകം തയ്യാറാക്കിയ ഹോട്ടലുകളിൽ കണി ഒരുക്കിയത്. ഇന്ന് രാവിലെ 4 മണിക്ക് നട തുറന്നതിന് ശേഷം ആദ്യം അയ്യപ്പനെ കണി കാണിച്ചതിന് ശേഷമാണ് ഭക്തരെ ദർശനത്തിന് അനുവദിച്ചോളൂ. അതിനുശേഷം ദർശനശേഷം മേൽശാന്തി അരുൺകുമാറും ഒപ്പം തന്ത്രി രാജീവ് കണ്ഠനും ചേർന്ന് ഭക്തർക്ക് കൈനീട്ടം നൽകി. ഇപ്പോഴും ദർശനം നടന്നുകൊണ്ടിരിക്കുകയാണ്. 7 മണി വരെയാണ് വിഷുക്കണി ദർശനം. തുടർന്നും തിരക്കുണ്ട്, നല്ല തിരക്കാണ്. ഇന്നലെ രാത്രി 46,000 പേരാണ് വിർച്വൽ ക്യൂ വഴി ദർശനത്തായി ബുക്ക് ചെയ്തത്. ഇപ്പോൾ എന്റെ കണക്ക് കൂടി വരുന്നേ ഉള്ളൂ. കൂടുതൽ തീർത്ഥാടകരുടെ തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെടുന്നുണ്ട്. കാരണം വിഷുക്കണി എന്ന് പറയുന്നത് ശബരിമലയിൽ വന്ന് അയ്യപ്പ ഭക്തരെ സംബന്ധിച്ച് അയ്യപ്പനെ തൊഴുത് വിഷുക്കൈ നീട്ടം വാങ്ങി മടങ്ങുക എന്ന് പറയുന്നത് അയ്യപ്പൻ ഭക്തരെ സംബന്ധിച്ച് ഒരു വലിയ പുണ്യമായി കരുതിയാണ്. അതുകൊണ്ട് തന്നെ വലിയ തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെടുന്നുണ്ട്. ദേവസ്വം ബോർഡ് അതിനുള്ള ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയാക്കിയിട്ടുണ്ട്. രാവിലെ 8 മണി മുതൽ ഇന്നു മുതൽ അയ്യപ്പന്റെ ചിത്രം പതിച്ച ലോക്കറ്റിന്റെ വിതരണം കൂടി ആരംഭിക്കും. 1 ഗ്രാം മുതൽ 8 ഗ്രാം വരെയുള്ള ലോക്കറ്റുകളാണ് വിതരണം ചെയ്യുന്നത്. അത് ശ്രീകോവിലുള്ളിൽ പൂജിച്ചതിന് ശേഷമാണ് ഈ ലോക്കറ്റ് അയ്യപ്പ ഭക്തർക്ക് വിതരണം ചെയ്യുന്നത്. ഇന്ന് 8 മണിക്ക് തൊട്ട് ഇതിന്റെ വിതരണം ആരംഭിക്കും. അത്തരത്തിൽ വലിയ വിപുലമായ ക്രമീകരണങ്ങൾ ശബരിമലയിൽ ദേവസ്വം ബോർഡ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. തിരക്കുണ്ട്. ദേവസ്വം ബോർഡ് ബസ് സർവീസ് അടക്കം ഉള്ള കാര്യങ്ങൾ സാധാരണ തീർത്ഥാടന കാലത്തുള്ള പോലെ തന്നെ കഴിഞ്ഞ കുറെ ദിവസങ്ങളായും നട തുറന്നിരിക്കുന്ന അത്തരം ക്രമീകരണങ്ങളാണ് സന്നിധാനത്ത് ഏർപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാ തരത്തിലും ഭക്തർക്ക് ബുദ്ധിമുട്ടില്ലാതെ ദർശനം നടത്തി മലയിറങ്ങുന്നതിനുള്ള ക്രമീകരണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇപ്പോഴും അയ്യപ്പന്മാർ ഈ ക്യൂവിൽ നിന്ന് വിഷുക്കണി ദർശിക്കുന്ന ഒരു കാഴ്ച കൂടി സന്നിധാനത്തുണ്ട്. ഒപ്പം ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലും ജില്ലയിൽ തിരക്കുണ്ട്. അവിടെയും ശ്രീകൃഷ്ണനെ കണ്ടെത്തുന്നതിനും കണി ദർശനത്തിനുമായി വലിയ തിരക്ക് ഇപ്പോൾ അനുഭവപ്പെടുന്നുണ്ട്. ശ്രീജ. ശരി, ശേഷനാരായണനാണ് വിവരങ്ങൾ നൽകിയത്. ശബരിമലയിൽ നമ്മൾ കാണുന്നത് പോലെ തന്നെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. അയ്യപ്പനെ കണ്ട് ഈ ഒരു വർഷം തുടങ്ങുക, ഏറ്റവും പാവനമായ ഒരു സ്ഥലത്ത് നിന്ന് ഈ വർഷം തുടങ്ങുക എന്ന ആഗ്രഹത്തോടെയാണ് അവിടേക്ക് ആളുകൾ എത്തിച്ചേരുന്നത്. ഈ എത്തുന്ന ആളുകളെ നിയന്ത്രിക്കാൻ വേണ്ട തയ്യാറെടുപ്പുകളെല്ലാം എന്തായാലും ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നുമുണ്ട്. എല്ലാവർക്കും ഒരു ഏറ്റവും സുഖകരമായൊരു ദർശനം ശബരിമലയിൽ ഉണ്ടാവട്ടെ എന്ന് നമുക്കും ആഗ്രഹിക്കാം. ശബരിമലയിൽ മാത്രമല്ല, കേരളത്തിലെ മറ്റ് പ്രധാനപ്പെട്ട ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിലൊക്കെ കൃഷ്ണനാണല്ലോ ഇന്നത്തെ മെയിൻ. ബാക്കിയുള്ളവരൊക്കെ ഉണ്ടെങ്കിലും കൃഷ്ണനാണല്ലോ ഇന്നത്തെ മെയിൻ. അപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തില്, അതുപോലെ തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം, നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം, കൊട്ടാരക്കര കുലശേഖരനല്ലൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം തുടങ്ങി വിവിധ ക്ഷേത്രങ്ങളിൽ വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. നമ്മളിപ്പോ ദൃശ്യങ്ങൾ കാണുന്നത് ഗുരുവായൂരിൽ നിന്നാണ്. അപ്പൊ നമുക്ക് ആദ്യം ഇനി ഗുരുവായൂരിലേക്ക് തന്നെ പോവാം അല്ലേ? ഗുരുവായൂരിൽ നിന്ന് അതെ നമുക്ക് ഗുരുവായൂരിലെ കാഴ്ചകളിലേക്കാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഇങ്ങനെ കണി കണ്ട് കണ്ണനെ കണ്ട് സായുജ്യം നേടി ഭക്തജനങ്ങളൊക്കെ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വരുന്ന കാഴ്ചയാണ് കാണുന്നത്. വിഷു എന്ന് പറയുമ്പോൾ തന്നെ ഭക്തർക്ക് അത് ഗുരുവായൂരാണ്. നേരം ഇല്ലാതെ നമുക്ക് എന്ത് വിഷു. അതെ. അപ്പൊ ഇന്നത്തെ ദിവസം ഗുരുവായൂരിൽ എത്തണം എന്ന് ആഗ്രഹിക്കാത്ത വിശ്വാസികൾ ഇല്ല എന്ന് തന്നെ പറയാം. അപ്പോൾ അത്രത്തോളം തിരക്കായിരിക്കും സ്വാഭാവികമായിട്ടും അവിടെ അനുഭവപ്പെടുക. അപ്പോൾ പ്രത്യേകം ചടങ്ങുകളും വിശേഷാൽ പൂജകളും ഒക്കെ ഇന്ന് ക്ഷേത്രത്തിൽ നടക്കും. അപ്പോൾ കണിയൊക്കെ കണ്ട് ഇറങ്ങി വരുന്ന ഭക്തരെയാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. നേരത്തെ ശ്രീജി ചേച്ചി സൂചിപ്പിച്ചതുപോലെ തന്നെ അങ്ങനെ കൃഷ്ണൻ പ്രധാന പ്രതിഷ്ഠയായിട്ടുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും ഇത്തരത്തിൽ വലിയ ആഘോഷങ്ങളും കണിയും ഒക്കെ ഉള്ളൊരു ദിവസമാണ്. അതെ, കേരളത്തിലെ എല്ലാ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ നിന്ന് തിരക്കുണ്ട്. കൊട്ടാരക്കരയിൽ നിന്ന് വിനീഷ് ചേരുന്നുണ്ട്. കൊട്ടാരക്കര കുലശേഖരനല്ലൂർ ക്ഷേത്രത്തിലാണ്. കുറച്ചുകൂടെ അറിയാം അല്ലേ? കൂടുതൽ അറിയാം. അവിടെ എങ്ങനെയാണ്? നല്ല തിരക്കാണ് വിഷുവിനൊക്കെ ഉണ്ടാവുക? നല്ല തിരക്കാണോ? അതെ, സ്വാഭാവികമായിട്ട് നല്ല തിരക്കാണ്. അവിടെ ഒരുപാട് കൃഷ്ണ ക്ഷേത്രങ്ങളുണ്ട്. അടൂര്, കൊട്ടാരക്കര ഭാഗങ്ങളിലൊക്കെ. വിനീഷുമായിട്ട് ആര്യ സംസാരിച്ചോളൂ. അപ്പൊ വിനേഷ്, ഗുഡ് മോർണിംഗ്, ഹാപ്പി വിഷു. കണിയൊക്കെ കണ്ടോ? നമ്മുടെ ഏരിയയിൽ നല്ല വിഷു ആണോ? അതെ, നമ്മുടെ ഏരിയയിലെ വിഷു ആഘോഷങ്ങളൊക്കെ എങ്ങനെയുണ്ട്? ശ്രീജ, ആര്യ, കണിയൊക്കെ കണ്ട് വളരെ സന്തോഷമായിരിക്കുന്നു. ഗുഡ് മോർണിംഗ്. ഇന്ന് മലയാള മാസം മേടം 1 കാർഷിക ഉത്സവമായ വിഷു ആഘോഷിക്കുന്ന ദിവസമാണ്. നമുക്കറിയാം, വിപുലമായ ആഘോഷങ്ങളാണ് ക്ഷേത്രങ്ങളിലെല്ലാം ഒരുക്കിയിരിക്കുന്നത്. കൊട്ടാരക്കരയിലും ആഘോഷങ്ങൾക്ക് ഒരു കുറവുമില്ല. അപ്പോൾ ഈ വിഷു എന്ന ആഘോഷത്തെ ഓർക്കുമ്പോൾ തന്നെ നമുക്ക് ആദ്യം മനസ്സിലേക്ക് എത്തുന്നത് വിഷുക്കണിയാണ്. വിഷുക്കണി കൊട്ടാരക്കര ക്ഷേത്രങ്ങളിൽ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളിപ്പോ കുലശേഖരനല്ലൂർ ക്ഷേത്രത്തിലാണ് ഉള്ളത്. ഇവിടെ വിപുലമായ ആഘോഷ പരിപാടികളാണ് ഇവിടെ ക്ഷേത്രോപദേശക സമിതിയുടെ നേതൃത്വത്തിലൂടെ ഒരുക്കിയത്. ഇവിടെ കണി ഒരുക്കിയത് ഇങ്ങനെയാണ്. ഓട്ടുരുളിയിൽ അരിയും നെല്ലും ഉപയോഗിച്ച് പാതി നിറച്ചിട്ടുണ്ട്. അതുപോലെ പുതിയ മുണ്ട്,
പൊന്നും വാൽക്കണ്ണാടിയും കണിവെള്ളരിയും കണിക്കൊന്നയൊക്കെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പഴുത്ത അടക്കയും വെറ്റിലയും കൺമശിയും ചാന്തും സിന്ദൂരം എന്ന് പറഞ്ഞ് നാരങ്ങ, അങ്ങനെ ഒരുപാട് ഐറ്റം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ നാളികേര പാതി ഉടച്ച് ശ്രീകൃഷ്ണന്റെ വിഗ്രഹവും വെച്ചാണ് വലിയ രീതിയിലുള്ള നല്ല നമുക്ക് തീർച്ചയായും കണി നമുക്ക് കാണാൻ കഴിയുന്നത്. അതുപോലെ ഈ കൊട്ടാരക്കൽ കുലശേഖരനല്ലൂർ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിലെ നിരവധി ഭക്തരാണ് രാവിലെ എത്തുന്നത്. 5 മണിക്കായിരുന്നു ഒരു വിഷുക്കണി തുടങ്ങിയത്. അതിനുശേഷം വിഷു കൈനീട്ടം ഉണ്ടായിരുന്നു. ഇനിയിപ്പോ നാരായണീയം നടക്കാൻ പോകുന്നു. അതുപോലെ തന്നെ വിഷു സദ്യ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. 11 മണിക്കാണ് വിഷു സദ്യ ആരംഭിക്കുന്നത്. അങ്ങനെ വൈകുന്നേരത്തെ ദീപാരാധനയോട് കൂടിയാണ് ഈ വിഷു മഹോത്സവം ഇവിടെ സമാപിക്കുന്നത്. തീർച്ചയായും എസ് വിനീഷാണ് കൊട്ടാരക്കരയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ചേച്ചി, ഈ തെക്കോട്ട് വരുമ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഈ വടക്കോട്ടുള്ള പോലെ അത്ര വിപുലമായ ആഘോഷങ്ങളൊന്നും ഉണ്ടാവാറില്ല. എനിക്ക് തോന്നുന്നത് ഞങ്ങൾ എപ്പോഴും സംസാരിക്കുമ്പോഴൊക്കെ പറയും, ഞാൻ വടക്കൻ കേരളത്തിൽ നിന്ന് തെക്കൻ കേരളത്തിലേക്ക് വിവാഹം കഴിച്ച ഒരാളും കൂടെയാണല്ലോ. അപ്പം ഇവിടെ രാവിലെ അമ്പലത്തിൽ പോവാന്നൊക്കെ പറയുമ്പോൾ നമ്മളവിടെ അങ്ങനെ അമ്പലത്തിൽ പോക്കൊന്നുമില്ല. കാരണം കൃഷ്ണനെ രാവിലെ വീട്ടിൽ കണ്ടല്ലോ. പിന്നെ അങ്ങ് പടക്കം പൊട്ടികളാണ്. രാവിലെ തൊട്ട് വലിയ മത്സരമാണ്. എന്താണെന്ന് വെച്ചാൽ എങ്ങാനും ഉറങ്ങിപ്പോയി അപ്പുറത്തെ വീട്ടിലെ ആൾക്കാർ നമ്മളെക്കാൾ മുമ്പേ എണീറ്റ് ഒരു പടക്കം പൊട്ടിച്ചാൽ ആ വർഷാദുഃഖം പിന്നെ മാറുന്നത്. അതുകൊണ്ട് തലേന്ന് രാത്രി ഒരു 2 ദിവസം മുമ്പ് തൊട്ടേ പടക്കം പൊട്ടിക്കൽ ആരംഭിക്കും. ഇവിടെ തിരുവനന്തപുരത്തും അല്ലെങ്കിൽ തെക്കൻ കേരളത്തില് ദീപാവലിക്ക് എങ്ങനെയാണോ അതുപോലെയാണ് വടക്കൻ കേരളത്തിലെ വിഷു. അപ്പോൾ ഏറ്റവും വിഷമം എന്താണെന്ന് വെച്ചാൽ അപ്പുറത്തെ വീട്ടുകാർ നമ്മളെക്കാൾ മുന്നേ എണീക്കുമോ, ഈ ഒരു ടെൻഷൻ കാരണം രാത്രി ഉറങ്ങാൻ പറ്റില്ല. അപ്പോൾ ഗുരുവായൂരാണ് ഏറ്റവും ആദ്യം നട തുറന്ന് കണി കാണുക. അപ്പം നമ്മൾ ഗുരുവായൂർ ടൈമിംഗ് ആണ് കിട്ടുന്നത് ഏറ്റവും ആദ്യം എണീക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു മത്സരം അതിങ്ങനെ ഇന്നത്തെ ദിവസം മുഴുവൻ തുടരും. അതായത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് പടക്കം പൊട്ടിക്കുന്നു, ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചാൽ പടക്കം പൊട്ടിക്കുന്നു, വൈകുന്നേരം പടക്കം പൊട്ടിക്കുന്നു. അങ്ങനെ ഒരു പടക്കം പൊട്ടിക്കൽ ദിവസമാണ് വിഷു. ഇതിൻ്റെ കൂടെ ആകെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ മലയാളികൾക്ക് ഒരൊറ്റ ഉത്സവത്തിനെ സാമ്പത്തിക നേട്ടമുള്ളൂ. അത് ശരി, ബാക്കിയൊക്കെ നമുക്ക് ചെലവല്ലേ. പക്ഷെ ഈ ഉത്സവത്തിന് മാത്രം നമുക്ക് സാമ്പത്തിക നേട്ടമാണ്. രാവിലെ ഇറങ്ങും, ബന്ധുമിത്രാദികളുടെ ഒക്കെ വീട്ടിൽ ഇന്ന് പതിവില്ലാത്തൊരു സന്ദർശനമുണ്ട്. അടുത്ത ഏരിയയിലൊക്കെ ഒന്ന് പോയി നോക്കും. എല്ലാവരും നമ്മൾ കുട്ടികളൊക്കെ ആയിരിക്കുമ്പോൾ നമ്മളെ കാണുമ്പോൾ ആരായാലും പൈസ എടുത്തു തരും. അപ്പൊ അന്നത്തെ ദിവസത്തെ സേവിങ്സ് ആണ്, ഒരു വർഷം നടന്നു പോകാനുള്ള സേവിങ് ഇന്നത്തെ ദിവസം ഉണ്ടാക്കണം, കളക്ട് ചെയ്യണം. പക്ഷെ ഇപ്പൊ കാര്യങ്ങൾ മാറിയില്ലേ, ഇപ്പം വാങ്ങലിനേക്കാൾ കൂടുതൽ കൊടുക്കുന്ന സമയമായിട്ടില്ല. ഇപ്പൊ നമ്മൾ വലുതായപ്പോ അങ്ങനെ ചെറിയ പ്രശ്നമുണ്ട്. നമ്മള് ഇപ്പം ഓഫീസിലായാലും താഴെയുള്ളവരൊക്കെ കാണുമ്പോൾ കൈനിട്ട് തന്നില്ലല്ലോ, ഞാൻ ഇറങ്ങിയിട്ട് തരാം. വന്നപ്പോ ഞാൻ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു, ചോദിക്കണം, ഷോ കഴിഞ്ഞിട്ട് ചോദിക്കാന്ന് ചോദിക്കാതെ തന്നെ തന്നിരിക്കുന്നു. പിന്നെ ജിപേ ഒക്കെ വന്നപ്പോ പ്രേക്ഷകർക്കും നമുക്കൊക്കെ അറിയാലോ, ജിപേ ഒക്കെ വന്നപ്പോ എല്ലാ കാര്യങ്ങളും സുഖമാണ്. ഞാൻ രാവിലെ തൊട്ട് ഇങ്ങനെ ജിപേ ഇതിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. രസമുണ്ട്, നല്ല നല്ല സന്തോഷകരമായ ഒരു രാവിലെയാണ്. ഇങ്ങനെ കിണിങ് കിണിങ് എന്നുള്ള ആ ശബ്ദം ഇടക്കിടയ്ക്ക് കേൾക്കുന്നുണ്ട്. അത് ആ എമൗണ്ടിന്റെ അല്ല, നമുക്കതൊരു സന്തോഷമാണ്. ഇന്നത്തെ ദിവസം നമ്മളെ ഓർത്ത്, നമ്മുടെ കൂടെ ഇല്ലാത്ത ആരൊക്കെ നമ്മളെ ഓർത്ത്, നമ്മൾ ഈ ഒരു വർഷത്തേക്ക് നമുക്ക് സമ്പൽ സമൃദ്ധി വരണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. നമ്മുടെ മുതിർന്നവരാണല്ലോ നമുക്ക് കൈനീട്ടം തരുന്നത്. അപ്പൊ അവരുടെ ഒരു കരുതലാണത്. തീർച്ചയായും നമ്മൾ ചെറിയ കുട്ടികളായിട്ട് നമ്മളെ കണ്ടിട്ട് നമുക്കൊരു കരുതൽ എന്ന പോലെയാണ്, ആ ഒരു ടോക്കൺ ഓഫ് ലവ് എന്ന് പറയാം. കൂടുതൽ കഥ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട, പതുക്കെ വാർത്തയിലേക്ക് പോകണം എന്നുള്ള ചെറിയ നിർദ്ദേശങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണ ക്ഷേത്രം തെക്കൻ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിലൊന്നാണ്. അവിടെ അരുൺ മോഹനുണ്ട്. അരുൺ, നെയ്യാറ്റിൻകര അമ്പലത്തിൽ എങ്ങനെയുണ്ട്? അവിടെ തിരക്ക് എത്രത്തോളം അനുഭവം? അതാ ക്യൂ കാണുന്നില്ലേ, കണി കണ്ട് രാവിലെ കണ്ണനെ കണി കാണാൻ എത്തിയവരുടെ നീണ്ട നിര തന്നെ കാണുന്നുണ്ട്. അരുൺ, എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? ഹാപ്പി വിഷു ആദ്യം. ഹാപ്പി വിഷു. ഞാനിപ്പോൾ ഉള്ളത് നെയ്യാറ്റിൻകര കൃഷ്ണൻ കോവിലാണ്. തെക്കൻ കേരളത്തിലെ ഗുരുവായൂർ എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ആണുള്ളത്. ഇവിടെ രാവിലെ മുതൽ തന്നെ കണി കാണാനുള്ള തിരക്കിലാണ്. ഏകദേശം 2 കിലോമീറ്ററോളം ദൂരത്തിൽ ഇപ്പോൾ അവിടെ ക്യൂ വ്യാപിച്ചു കിടക്കുന്നു എന്നുള്ളതാണ് നമുക്ക് എടുത്തു പറയാനുള്ളത്. ഭക്തജനങ്ങൾ കണ്ണനെ കാണാൻ വേണ്ടി ഒരു വിഷു കൈനീട്ടം ഏറ്റുവാങ്ങാനും ഒക്കെയായി 100 കണക്കിന് ഭക്തജനങ്ങൾ ഇവിടെ നിൽക്കുന്നു എന്നുള്ളൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിലുള്ള ക്ഷേത്രമാണ്. വിപുലമായ കണിയും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും വിഷു ദിവസങ്ങളിൽ കൃഷ്ണനുമായി ബന്ധപ്പെട്ട എല്ലാ ഉത്സവ നാളുകളിലും വിശേഷ പൂജകളുള്ള ഒരു ക്ഷേത്രമാണ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം, നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. അപ്പോൾ രാവിലെ തന്നെ, ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ രാവിലെ തന്നെ വിഷുദിനത്തിലും എല്ലാ ഒരുക്കങ്ങളും ഒരുക്കി ഇവിടെ ഭക്തജനങ്ങൾക്ക് വേണ്ടി എല്ലാ ഒരുക്കങ്ങളും സംഘാടകരും ഒരുക്കി വെച്ചിട്ടുണ്ട്. ആര്യ, അരുൺ, നമ്മള് 2 പേരുണ്ട് ഇവിടെ. അപ്പൊ ഞങ്ങൾ 2 പേർക്കും വേണം വിഷു ആശംസകൾ. എന്റെ കൂടെ ശ്രീജ ശ്യാമും ഉണ്ട്. രണ്ടുപേർക്കും നമ്മുടെ മുഴുവൻ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. തീർച്ചയായും.
അപ്പൊ ശരി, ഹാപ്പി വിഷു. അപ്പൊ അതാണ് നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. അവിടെയും വലിയ തിരക്ക് അനുഭവപ്പെടുന്നു. ഇനി നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് നമുക്ക് പോവാം. അവിടെ ഡാൻ ഉണ്ട്. പക്ഷെ ഡാനിലേക്ക് പോകും മുമ്പ് നമുക്ക് അവിടെയും അതെ, ഈ ഒരു പക്ഷെ തിരുവനന്തപുരത്ത് ഏറ്റവും കൂടുതൽ തിരക്ക് ഇന്നത്തെ ദിവസം അനുഭവപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട കേന്ദ്രം പത്മനാഭസ്വാമി ക്ഷേത്രമാണ്. അവിടെ മഹാവിഷ്ണുവാണ് ഉള്ളത്, ശ്രീകൃഷ്ണനല്ല മഹാവിഷ്ണുവാണ് ഉള്ളത്. അവിടെ ആയാലും വലിയ തിരക്കാണ് ഇന്നത്തെ ദിവസം അനുഭവപ്പെടുക. പിന്നെ വെക്കേഷൻ തുടങ്ങി കഴിഞ്ഞു, അതിന്റെ ഒരു തിരക്ക് വേറെയും ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഓരോ ഇടത്ത് നിന്നുള്ള വിഷു വിശേഷങ്ങളുമായിട്ട് പ്രേക്ഷകരുടെ മുന്നിലേക്ക് വീണ്ടും എത്താം. പക്ഷേ പ്രേക്ഷകർ തിരിച്ച് നമ്മളോടൊന്നും പറയുന്നില്ലല്ലോ, അതെന്താ? അത് അവരുടെ ഒരു വിഷു എങ്ങനെയാണ്, ഓരോ നാട്ടിലും നിങ്ങളുടെ വിഷു എങ്ങനെയാണെന്നൊക്കെ അറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. ഇപ്പം ഞാൻ വള്ളുവനാട്ടിലെ വിഷുവിനെ പറ്റി പറഞ്ഞു, ആരും ഇനി അടുത്തത് അടൂര വിഷുവിനെ പറ്റി പറയും. അതെ, പറയാം. അത് ഒരു ഇടവേളയ്ക്ക് ശേഷം നമുക്ക് തിരിച്ചു വരാം. രാവിലത്തെ വിഷു തള്ളൊക്കെ കുറച്ച് കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് പ്രധാനപ്പെട്ട വാർത്തകൾ, വിഷുവിശേഷം മാത്രം പോരല്ലോ അല്ലെ, വാർത്തകളും കൂടി അറിയിക്കണമല്ലോ പ്രേക്ഷകരെ. അപ്പൊ നമ്മൾ ആദ്യം പോകുന്നു തലക്കെട്ടുകളിലേക്ക്. കണി കണ്ടുണർന്ന മലയാളികൾ, വിഷു ആഘോഷത്തിൽ അമർന്ന നാട്. ശബരിമലയിലും ഗുരുവായൂരിലും വിഷുക്കണി ദർശനത്തിന് വൻ ഭക്തജന തിരക്ക്. UDF-ൽ അഭിപ്രായ വ്യത്യാസം ഒന്നുമില്ലെന്ന് പാണക്കാട് സാദിഖലി തങ്ങൾ. അഭിപ്രായ പ്രകടനം നിലമ്പൂരിലെ ലീഗ് കൺവെൻഷനിൽ. നിലമ്പൂർ UDF പിടിച്ചെടുക്കുമെന്ന് ആവർത്തിച്ച PV അൻവർ. കള്ളക്കടൽ പ്രതിഭാസം മൂലം തിരുവനന്തപുരം തീരത്ത് കടലാക്രമണത്തിന് സാധ്യത. ഉയർന്ന തിരമാലകൾ ഉണ്ടാകുമെന്ന് സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം. കാപ്പിൽ മുതൽ പൂവാർ വരെ ജാഗ്രതാ നിർദ്ദേശം. പുതിയ വഖഫ് നിയമത്തിനെതിരെ സുപ്രീം കോടതിയിൽ വിജയുടെ ഹർജി. നിയമം മുസ്ലിം സമൂഹത്തിന്റെ മൗലികാവകാശങ്ങൾ ലംഘിക്കുന്നതെന്ന ഹർജിയിൽ വിജയ്. ബംഗാളിലെ ആക്രമണങ്ങൾ NIA അന്വേഷിക്കണമെന്ന് BJP. പാർട്ടി ബംഗാൾ ഘടകം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് കത്തയച്ചു. പ്രധാനമന്ത്രിയെയും RSSനെയും അധിക്ഷേപിച്ചെന്ന പരാതിയിൽ കോൺഗ്രസ് നേതാവ് കനയ്യകുമാറിനെതിരെ കേസ്. നടപടി BJPയുടെ പരാതിയിൽ. പരാതി നൽകിയത് ബീഹാർ BJP മാധ്യമ വിഭാഗം തലവൻ ഡാനിഷ് ഇക്ബാൽ. നമ്മൾ സജീവമായ ഒരു വാർത്താ ദിനത്തിലേക്കും കൂടി കടന്നിരിക്കുകയാണ്. ഒരുപാട് വാർത്തകളുള്ള ഒരു ദിവസം കൂടിയാണ് അല്ലേ? തീർച്ചയായിട്ടും അതെ. വിഷു ആണ്, ഇന്ന് അംബേദ്കർ ജയന്തിയാണ്. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുണ്ട് ഇന്നത്തെ ദിവസത്തിന്. പക്ഷെ അതിലൊക്കെ ഉപരി വാർത്തകളിലേക്ക് വന്നാൽ അങ്ങനെ പ്രത്യേകിച്ച് അവധിയോ ഉത്സവാഘോഷ മൂടോ ഒന്നും അല്ല. വാർത്തകൾക്ക് നല്ല ചൂടാണ്. പക്ഷെ അതിലേക്ക് പോകും മുമ്പ് ഈ ഒരു വിഷു ദിവസം നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ സങ്കല്പങ്ങളുടെ ഒരു സമൃദ്ധിയാണ്. കാരണം രാവിലെ നമ്മൾ എന്തിനാണ് ഈ കണി കാണുന്നത്? ഈ ഒരു വർഷം മുഴുവൻ നല്ലതായിരിക്കണം എന്ന ആ സങ്കല്പത്തിലേക്കാണ് നമ്മൾ വിഷു ദിവസം കണ്ണു തുറക്കുന്നത്. ആ ഒരു സമ്പൽ സമൃദ്ധി, ആ ഒരു ഐശ്വര്യം, അത് നമ്മുടെ ആ ഒരു വർഷം മുഴുവൻ നിലനിൽക്കണം എന്നുള്ള ആഗ്രഹത്തിലാണ് നമ്മൾ ആ കണി കാണുന്നത്. കണി കണ്ട് ഒരു വർഷത്തെ സമൃദ്ധിയെ ഏറ്റുവാങ്ങുകയാണ് നമ്മൾ മലയാളികൾ. വിഷു തലേന്ന് എന്ന അക്കിത്തം കവിത ആ സങ്കല്പങ്ങളുടെ സാക്ഷാത്കാരമാണ്. പിന്നെ ഞാൻ പൂങ്കുല പൊട്ടിച്ചിറങ്ങി മണ്ണിൽ ചവിട്ടി നടക്കുമ്പോൾ പെട്ടെന്നു മനസ്സെന്തിനിരുളുന്നു, പൊട്ടിക്കരയുവാൻ വെമ്പുന്നു. ഞാനറുത്തീടിന പൂങ്കുല വർഷിക്കും ആനന്ദവായി പിൻതിളക്കത്തിൽ ഉച്ചസ്ഥനർക്കനുദിക്കുന്നതിന് മുമ്പ് മച്ചിലെൻ വീട്ടിലെ സങ്കൽപ്പം. നാളെ കണി കണ്ടു പൂത്തിരി കത്തിച്ചു നാഗീയ സൗഖ്യം നുണയ്ക്കുമ്പോൾ
ഉജ്ജ്വലാനന്ദമേ നീ പ്രപഞ്ചത്തിലുണ്ടായിരിക്കുകയില്ലത്രേ. നീയപ്പൊരുളിനറിവീലതല്ലി നിൻ നിഷ്കള നിർവൃതിക്കാധാരം. കൊന്ന മലരുമായി വീടിൻ്റെ പൂമുഖത്തൊന്നു മോതാതെ ഞാൻ ലാത്തുന്നു. ആവില്ല നൈമിഷികത്വമേ നിൻ പാട്ടിലാകെ മുങ്ങാൻ എനിക്കെന്നെന്നും. ആകെ മുങ്ങാൻ എനിക്കെന്നെന്നും. വിഷുവിനെ പറ്റി എഴുതാത്ത കവികളുണ്ടാവൂ? കാരണം പ്രകൃതി തന്നെ ഒരു വിഷുക്കണി ഒരുക്കി വെക്കുന്ന ഒരു പ്രത്യേക കാലമാണിത് അല്ലേ. ഒരൊറ്റ ദിവസത്തേക്ക് വേണ്ടി ഒരു വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ഒരൊറ്റ ദിവസത്തേക്ക് വേണ്ടിയാണ് ഈ കൊന്നകൾ മുഴുവൻ പൂത്തു നിൽക്കുന്നത്. കൊന്നകൾ ഇങ്ങനെ പൂത്തു തുടങ്ങുമ്പോഴേ നമുക്ക് ആ ഫീൽ വരും, ദാ വിഷു വരാൻ പോവാണ്. വെള്ളരിക്ക കാണുമ്പോൾ വഴിയിലൊക്കെ ഇങ്ങനെ കണിവെള്ളരി കണ്ടു തുടങ്ങുമ്പോൾ നമുക്ക് ആ ഫീൽ വരും. അങ്ങനെ പ്രകൃതി ഒരുക്കി വെക്കുന്ന ഒരു ഉത്സവമാണ് വിഷു എന്ന് എപ്പോഴും തോന്നാറുണ്ട്. അപ്പം നമ്മുടെ കവികളും അതിൽ പ്രചോദിതരാവാതിരിക്കില്ലല്ലോ സ്വാഭാവികമായും. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് പോവേണ്ടത് സംസ്ഥാനത്തെ ക്ഷേത്രങ്ങളിലെ വിഷു ആഘോഷങ്ങളിലേക്കാണ്. അതെ, നമ്മൾ നേരത്തെ പ്രേക്ഷകരോട് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഇനി പോകുന്നത് തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വിഷു കാഴ്ചകളിലേക്കാണ്. അവിടെ നിന്ന് ഡാൻ കുര്യനാണ് നമുക്കൊപ്പം ചേരുന്നത്. ഡാൻ, വെരി ഗുഡ് മോർണിംഗ്, ഹാപ്പി വിഷു. എങ്ങനെയുണ്ട്? സ്വാഭാവികമായിട്ടും ഭയങ്കര തിരക്കായിരിക്കുമല്ലോ ക്ഷേത്രത്തില്. വെരി ഗുഡ് മോർണിംഗ്, ഹാപ്പി വിഷു ടു ശ്രീജ, അതോടൊപ്പം തന്നെ ആര്യ. ഓക്കെ, അപ്പം വലിയ തിരക്കാണ്. പുലർച്ചെ 3 മണിക്കാണ് ഇവിടെ വിഷുക്കണി ദർശനത്തിന് വേണ്ടി ആദ്യം നട തുറന്നത്. 1.5 മണിക്കൂർ ആദ്യത്തെ ദർശനം, അതിനുശേഷം നടയടച്ചു. പിന്നീട് 5:30 വീണ്ടും നട തുറന്നു. അതിനുശേഷം ഇപ്പോൾ വീണ്ടും നട അടച്ചിരിക്കുകയാണ്. ഇനി 8:30 നട തുറക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും പതിവ് തെറ്റിച്ചിട്ടില്ല. ഈ വർഷവും മേടപ്പുലരിയിൽ വിഷുക്കണി ദർശനത്തിന് വേണ്ടി സംസ്ഥാനത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിൽ നിന്ന് അടക്കം, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നടക്കം, അതിർത്തി പ്രദേശങ്ങളിൽ നിന്നടക്കം നിരവധി ആളുകളാണ് ഈ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്ര പരിസരത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ മുതൽ ഇതേ തിരക്കാണ്. ഇങ്ങനെ ആളുകൾ ഇങ്ങനെ ഒഴുകിയെത്തുന്നു, വീണ്ടും ഇവിടെ നിന്ന് മടങ്ങുന്നു, ദർശനം കഴിഞ്ഞ് മടങ്ങുന്നു, തിരികെ ദർശനം കാത്ത് നിരവധി ആളുകൾ വീണ്ടും എത്തുന്നു. ഇങ്ങനെ ഇതൊരു പതിവായി മാറിയിരിക്കുന്നു. ഇന്ന് പുലർച്ചെ 3 മണി മുതൽ ഇത് തന്നെയാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുന്നിൽ നിന്നുള്ള കാഴ്ച. മറ്റ് പ്രധാനപ്പെട്ട എല്ലാ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിലും സമാനമായ തരത്തിലുള്ള വലിയ വിഷുക്കണി ദർശനം നടക്കുന്നുണ്ട്. അവിടെയൊക്കെ വലിയ തിരക്കുണ്ട്. എന്തായാലും തിരുവനന്തപുരത്തിൻ്റെ ഒരു ഐക്കൺ അല്ലെങ്കിൽ ഒരു പ്രതീകം എന്നൊക്കെ പറയുന്നത് കാലങ്ങളായി നിലനിൽക്കുന്ന ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വിഷുക്കണി ദർശനവുമായി ബന്ധപ്പെട്ട പൈതൃകമുണ്ട്, അതുമായി ബന്ധപ്പെട്ട ആചാരങ്ങളുണ്ട്. അത് മിഴിവ് ചോരാതെ പതിവ് തെറ്റാതെ ഇത്തവണയും അങ്ങനെ തന്നെ നടക്കുന്നു എന്നതാണ് എടുത്തു പറയേണ്ടുന്ന കാര്യം. നിരവധി ആളുകളാണ്, പ്രത്യേക വഴി അവർക്ക് ക്രമീകരിച്ചിട്ടുണ്ട്. കാരണം കൂടുതൽ തിരക്കുള്ള ദിവസമാണ്. അതുകൊണ്ട് തന്നെ ഭക്തർക്ക് അസൗകര്യങ്ങൾ ഉണ്ടാകാത്ത തരത്തിലുള്ള സുരക്ഷയ്ക്ക് നടുവിലൂടെ കൂടുതൽ ആളുകൾക്ക് ദർശനം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളാണ് അവിടെ ഒരുക്കിയിരിക്കുന്നത്. നിരവധി ആളുകളാണ് പുലർച്ചെ 3 മണി മുതൽ ഈ ക്ഷേത്രത്തിൽ വിഷുക്കണി ദർശനത്തിന് വേണ്ടി, വിഷു കൈനീട്ടം വാങ്ങുന്നതിനൊക്കെ വേണ്ടി എത്തിക്കൊണ്ടിരിക്കുന്നത്. ശരി, ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. തിരുവനന്തപുരത്തുകാരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വിഷുക്കണി ദർശനം നടക്കുന്ന ഒരു സ്ഥലം പത്മനാഭസ്വാമി ക്ഷേത്രമാണ്. സ്വാഭാവികമായി അവിടെയുള്ള തിരക്കുണ്ട്. അതിനൊപ്പമാണ് ഇന്നത്തെ ദിവസം ഈ വിഷുക്കണി കാണാൻ ഇന്നത്തെ ദിവസം മറ്റ് ജില്ലകളിൽ നിന്നും അതിർത്തിക്കപ്പുറത്ത് നിന്ന് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകൾ പോലും അവിടേക്ക് എത്തുന്നുണ്ട്. നേരത്തെ ശ്രീജ സൂചിപ്പിച്ചതുപോലെ തന്നെ അവധിക്കാലമായതിൻ്റെ ഒരു പ്രത്യേകമായ ഒരു തിരക്കും പിന്നെ വിഷുവിൻ്റെ തിരക്കും കൂടി നല്ല ഒരു ആളുകളുടെ ഒരു വലിയ തിരക്ക് അവിടെ കണി കണ്ട് ഈ വർഷം തുടങ്ങാനാണ് തിരുവനന്തപുരത്തുകാർക്ക് ഏറ്റവും ആഗ്രഹം. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം ഈ പൈങ്കുനി ഉത്സവത്തിന്റെ ഭാഗമായിട്ട് സ്ഥാപിച്ചിട്ടുള്ള ആ രൂപം. അല്ലേ? അതെ, അത് ഈ പൈങ്കുനി ഉത്സവവും വിഷുവൊക്കെ ഒരുമിച്ചാണ്. ശബരിമലയിലും പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പൈങ്കുനി ഉത്സവം വളരെ വലിയ ഒരു ഉത്സവ സമയമാണ്. അപ്പോൾ അതിൻ്റെ തിരക്കുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും വലിയ തിരക്കുള്ള സമയമാണ്. എന്നാലും ആ തിരക്കിനൊക്കെ അപ്പുറത്തും ഇന്നത്തെ ദിവസം എത്ര വലിയ ക്യൂ നിന്നിട്ടായാലും ഒന്ന് കണ്ണ് നിറഞ്ഞ് മനസ്സ് നിറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുക. എന്നിട്ട് ഈ വർഷം മുഴുവൻ അതിൻ്റെ ഒരു പോസിറ്റീവ് എനർജിയും സന്തോഷവും മനസ്സിൽ സൂക്ഷിക്കുക. അതാണ് വിഷു ദിവസം ഈ രാവിലെ ക്ഷേത്രത്തിലെത്തുമ്പോൾ ഓരോ മനുഷ്യനും ആഗ്രഹിക്കുന്നത്. രാവിലെ കണിയൊക്കെ കണ്ടിട്ടായിരിക്കും ഇറങ്ങിയിട്ടുണ്ടാവുക.
വീട്ടിലെ കണി കഴിഞ്ഞ് പിന്നെ ഒന്ന് ഭഗവാനെ കൂടെ കണ്ടിട്ട് ഈ ദിവസം തുടങ്ങാം, ഈ വർഷം തുടങ്ങാം എന്നൊരാഘോഷം. ഈ ഞങ്ങളൊക്കെ നമ്മൾ മലയാള മാസം ചൊല്ലി പഠിക്കുമല്ലോ. അപ്പം ഇവിടെയൊക്കെ എല്ലാവരും ചിങ്ങം തൊട്ടിട്ടല്ലേ ചൊല്ലുന്നത്, ചിങ്ങം കന്നി തുലാം അങ്ങനെയാണല്ലോ. ഞങ്ങളൊക്കെ മേടം തൊട്ടിട്ടാ ചൊല്ലി പഠിച്ചിട്ടുള്ളത്. ശരി, മേടം, മേടവം, മിഥുനം ഇങ്ങനെയാണ് മലയാള മാസങ്ങൾ ചൊല്ലി പഠിച്ചിട്ടുള്ളത്. അതായത് അത്രത്തോളം വർഷാരംഭം എന്ന് പറയുന്നത് മേടമായിട്ടാണ് കണക്കാക്കുന്നത്. അത് ഈ കാർഷിക സംസ്കാരവുമായിട്ട് കുറച്ചും കൂടി ചേർന്ന് നിൽക്കുന്നോണ്ടായിരിക്കും തോന്നുന്നു അങ്ങനെ. അപ്പോൾ ആദ്യം എനിക്ക് അത് ബ്രേക്ക് ചെയ്യാൻ കുറച്ച് പാടായിരുന്നു. ഈ ചിങ്ങം തൊട്ടിട്ട് എണ്ണി തുടങ്ങാൻ ഇച്ചിരി പാടായിരുന്നു. ഇങ്ങനെ ഓരോ വടക്ക് നിന്നുള്ള ഓരോ കഥകൾ കേൾക്കുമ്പോഴും എനിക്ക് ശരിക്കും അത്ഭുതമാണ് കേട്ടോ. വിഷുവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചേച്ചി ഇങ്ങനെ ഓരോ കഥകൾ പറയുമ്പോൾ ഞാൻ ആണോ അതെയോ എന്ന് പറഞ്ഞ ഒരു അത്ഭുതത്തോടെ ഇങ്ങനെ കേട്ട് നിൽക്കുകയാണ്. നമുക്ക് ബാക്കി ക്ഷേത്രങ്ങളിലെ വിശേഷങ്ങളിലേക്കൊക്കെ പതിയെ പതിയെ പോവാം. അപ്പൊ നേരത്തെ നമ്മൾ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞല്ലോ. ഇതിനിടയിൽ ഒരു കമന്റ്, രസമുള്ള കമന്റാണ്. രാവിലെ വിഷു ഒക്കെ അല്ലേ, ഒരു രസം വേണമല്ലോ. ഈ അവതാരികമാർ ഒരു തമാശ പോലെയാണ് വിഷുവിനെ പറ്റി വിവരിക്കുന്നത്, ക്രിക്കറ്റിന്റെ കമന്ററി അല്ല എന്നൊക്കെ പറയുന്നുണ്ട് രാധാകൃഷ്ണ പിള്ള എന്ന് പറഞ്ഞ ചേട്ടന് ഹാപ്പി വിഷു, നല്ല വർഷം ആവട്ടെ. ഇതുപോലെയൊക്കെ നെഗറ്റീവായിട്ടൊക്കെ പറഞ്ഞു തുടങ്ങുമ്പോൾ നല്ല വർഷം ആവണമല്ലോ, കുഴപ്പമില്ല. പക്ഷേ വിഷു എന്ന് പറയുന്നത് ഹൃദയം നിറഞ്ഞ സന്തോഷമാണ്, എല്ലാവരും കൂടിച്ചേരലാണ്. അപ്പം ഞങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ വീട്ടിൽ നിന്നൊക്കെ മാറി ഞങ്ങളിങ്ങനെ ജോലി സ്ഥലത്ത് വന്നു എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങളുടെ മനസ്സിലുള്ളത് മുഴുവൻ ഞങ്ങൾ ആഘോഷിച്ച വിഷുവിൻ്റെ നല്ല മൊമെന്റ്സ് ആയിരിക്കും. ഞങ്ങളുടെ ഇപ്പം ഞങ്ങളൊക്കെ ഒന്നിച്ച് നിൽക്കുമ്പോഴുള്ള ഇത്തരം ഈ സംസ്കാരങ്ങളെ പറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും പറച്ചിലായിരിക്കും, അതൊക്കെ ആയിരിക്കും. അപ്പം അതുകൊണ്ട് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ടാവും, അതായത് ഓരോ നാട്ടിലെ കഥകളും അവിടുത്തെ സംസ്കാരവും ഒക്കെ. അപ്പോൾ ഇപ്പോൾ എന്നെ പോലെ ഇപ്പോൾ വടക്ക് നിന്നുള്ള സംസ്കാരത്തെ അത്രത്തോളം അറിയാത്ത ആളുകളുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ഒരു അറിവ് എന്നുള്ള രീതിയിൽ തന്നെയാണ്, അത് വളരെ സന്തോഷത്തോടു കൂടി നമ്മൾ ക്രിക്കറ്റിന്റെ കമന്ററി ഒന്നുമല്ല, ഞങ്ങൾക്ക് അറിയാവുന്ന, ഞങ്ങൾ ജീവിച്ച, ഞങ്ങൾ കണ്ടിട്ടുള്ള വിഷുവിനെ കുറിച്ചൊക്കെ പറയുന്നേ ഉള്ളൂ. ഇപ്പൊ നമ്മൾ ദൃശ്യങ്ങളിൽ സംസ്ഥാനത്തെ എല്ലാ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ നിന്നുമുള്ള ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വലിയ തിരക്കുണ്ട്, കുലശേഖര സ്വാമി ക്ഷേത്രം കൊട്ടാരക്കരയിൽ അവിടെ തിരക്കുണ്ട്. നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തില് ക്യൂ നമ്മൾ കണ്ടു, 2 കിലോമീറ്ററോളം നീളുന്ന ക്യൂ ഉണ്ട്. ശബരിമലയിൽ പിന്നെ പറയണ്ടല്ലോ, അവിടെ ഇന്നത്തെ ദിവസം വിഷു പൂജകൾക്കായി വലിയ തിരക്ക് പുലർച്ചെ തൊട്ട് തന്നെ, ഇന്നലെ രാത്രി തന്നെ വന്ന് നിൽക്കുന്നവരാണ്, അവിടെയും വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഇന്നത്തെ ദിവസം ഒരു ഫസ്റ്റ് പ്രയോറിറ്റി എനിക്ക് തോന്നുന്നത് ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങൾക്കാണ്. അത് കഴിഞ്ഞാണ് നമ്മൾ എപ്പോഴും നമ്മുടെ തൊട്ടടുത്തുള്ള അമ്പലങ്ങളിലൊക്കെ പോവെങ്കിലും ഫസ്റ്റ് പ്രയോറിറ്റി എന്തായാലും ഇന്ന് ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളാണ്. അതുകൊണ്ട് സംസ്ഥാനത്തെ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിലൊക്കെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഇനി നമുക്ക് മറ്റു ചില വിഷു കാഴ്ചകളിലേക്ക് കൂടി പോകാം അല്ലേ. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചൊരു കാര്യമാണ്, വിഷു എന്നാൽ അത് പടക്കം പൊട്ടിക്കലും കൈനീട്ടവും മാത്രമല്ല, അതൊരു കാർഷിക ആഘോഷവും ആചരണവും കൂടിയാണ്. ഈ വിഷു ദിവസം കുറേ പ്രത്യേകതകളുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ഒരു കാർഷിക വർഷത്തിൻ്റെ തുടക്കമാണ്, ഒരു കൃഷി ഇറക്കാനുള്ള തുടക്കം, അതിൻ്റെ ആരംഭം ഇന്നുണ്ട്. അപ്പോൾ ഈ കാർഷിക ഉപകരണങ്ങളൊക്കെ പൂജിച്ച് ഒരു പുതിയ കാർഷിക വർഷത്തിലേക്ക് കടക്കും. പുതിയ തലമുറയ്ക്ക് ഒരു പക്ഷേ അത്ര പരിചയം ഉണ്ടാവില്ല ഈ ആചാരങ്ങൾ, എങ്കിലും ഇത് കൃത്യമായി പാലിക്കുന്നവർ മലപ്പുറത്തുണ്ട്. അപ്പം നമ്മളെ അനുമോദ് കൊണ്ടുപോകുന്നത് അതുപോലെ ആ ഒരു ചിട്ടയോടെ ഇപ്പോഴും ആ കാർഷിക സംസ്കാരം അതുപോലെ കൊണ്ട് നടക്കുന്ന ഒരു ഇടത്തേക്കാണ്. അനുമോദിനൊപ്പം നമുക്ക് അവിടുത്തെ കാഴ്ചകൾ കാണാം. കാർഷിക സംസ്കൃതിയുടെ ഉത്സവമാണ് വിഷു. പുതിയ തലമുറയ്ക്ക് വിഷു എന്നാൽ ഒരുപക്ഷെ കൈനീട്ടം വാങ്ങലും പടക്കം പൊട്ടിക്കലും മാത്രമായിരിക്കാം. എന്നാൽ അതിനപ്പുറം ഒരു കാർഷിക സംസ്കൃതി അടയാളപ്പെടുത്തുന്ന ദിവസം കൂടിയാണ് വിഷു. വിഷുവിൻ്റെ ദിവസം ഒട്ടനവധി ചടങ്ങുകളുണ്ടായിരുന്നു. ഇന്നും ചിലയിടങ്ങളിലൊക്കെ അത് ചിട്ട തെറ്റാതെ, മുറ തെറ്റാതെ പാലിക്കുന്നുണ്ട്. നമുക്ക് മനസ്സിലാക്കാം എന്തെല്ലാമാണ് വിഷു ദിവസത്തെ പ്രധാന ചടങ്ങുകളെന്ന്. വിഷു എന്ന് പറഞ്ഞാൽ ഒരു കാർഷിക ഉൽപ്പന്നത്തിൻ്റെ ഒരു ഇതാണത്. അപ്പോൾ അന്ന് ഭൂമി പൂജയാണ് പ്രധാനമുള്ളത്. കൈക്കോട്ട് വെച്ചിട്ട് അത് അണിഞ്ഞിട്ട് അതുപോലെ കൊന്നപ്പൂക്ക് വെച്ചിട്ട് ആ ഭൂമിദേവിക്കുള്ള പൂജയാണ്. അപ്പോൾ കന്നുകൾ കൊണ്ടുപോയി ആ കൃഷിക്കാരൻ പണിയെടുക്കുന്ന ആൾ വന്നിട്ട് ചാലിടും, ഒരു 3 പ്രാവശ്യം ചാലിട്ട് പിന്നെ അടുത്ത മഴ പെയ്യുമ്പോൾ വിത്തിടും. ആ വിത്ത് മുഴുവൻ മുളയ്ക്കുകയും ചെയ്യും. അതാണ് വിഷുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാർഷിക
വിഷയമാണ്. ഈ കൈക്കോട്ടിനാണ് പ്രധാനം വിഷുവിന്. അരിമാവ് കൊണ്ട് അണിഞ്ഞിട്ട് അതിൽ കൊന്നപ്പൂക്കെ ചുട്ട് പിന്നെ അരി വറുത്തത്, അട, അപ്പം, അവലൊക്കെ ഉണ്ടാക്കി പൂജിക്കും. ചില വീടുകളിലൊക്കെ മത്തൻ, കുമ്പളങ്ങ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കുഴിച്ചിടും. മഴ പെയ്തിട്ടാണ് വിത്തിടുക. ആ സമയമാകുമ്പോൾ മഴ പെയ്യും. വയൽ പൂട്ടിയിട്ട് വലിയ വലിയ കട്ട ഉണ്ടാവും. ഈ കട്ട അടിച്ചു പൊട്ടിക്കുക പണിക്കാരത്തിൽ മരം കൊണ്ട് ഉണ്ടാക്കിയിട്ട് എന്നിട്ടാണ് നിലെടുക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ ആ ഞാറ് മുഴുവൻ മുളയ്ക്കും. മേടത്തിലൊരു പക്ഷി ഉണ്ടായിരുന്നു, ഇപ്പം അതില്ല. വിത്തും കൈക്കോട്ടും കേട്ടിട്ടുണ്ടോ ഇയാൾ? ഇപ്പം അത് ഇവിടെ ഇല്ല. കാലത്തിനനുസരിച്ച് എല്ലാം മാറുകയാണ്. വിഷു ഗൃഹാതുരത്വം നുളുമ്പുന്ന ഒരു ഓർമ്മ മാത്രമാവുകയാണ്. പക്ഷേ ഇപ്പോഴും ഇത്തരത്തിൽ വിഷുവിനെ അടയാളപ്പെടുത്തുന്ന ചടങ്ങുകൾ അതേപടി പാലിച്ചു പോരുന്ന പലരുമുണ്ട്. അവരാണ് നാളേക്ക് വിഷുവിനെ കരുതി വയ്ക്കുന്നത്, നാളത്തെ തലമുറയിലേക്ക് വിഷുവിനെ കൊണ്ടുചെന്നെത്തിക്കുന്നത്. അഖിലോട്ട് പാറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. വിഷു എന്ന കാർഷികോത്സവത്തെ അതിൻ്റെ തനിമയോടെ ആചരിക്കുന്ന ഒരു കർഷകനെയാണ് അനുമോദ് നമുക്ക് കാട്ടിത്തന്നത്. അത് നമ്മൾ കണ്ടത് മലപ്പുറത്താണ്. ഇനി നമ്മൾ പോകുന്നത് അടുത്ത കാഴ്ച ആലപ്പുഴയിൽ നിന്നാണ്. കേരളത്തിന്റെ കാർഷികോത്സവമാണ് വിഷു എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതെങ്ങനെയൊക്കെ പല തരത്തിലായിരിക്കും അത് ആചരിക്കുന്നതെങ്കിലും ഐശ്വര്യത്തിന്റെ, സമാധാനത്തിന്റെ, സന്തോഷത്തിന്റെ ഉത്സവമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് പ്രകൃതി തന്നെ ഒരുക്കി വെക്കുന്ന ഒരു കാഴ്ചയൊക്കെ ഉണ്ട്. ഇത്തവണത്തെ വിഷുക്കാലത്തിന് ചിലർക്ക് വളരെ സ്പെഷ്യലാണ്. അതെങ്ങനെയാണെന്നറിയോ? അനുകൂലമായ പ്രകൃതി കൊണ്ട് കൂടിയാണ് അവർക്കിത് വളരെ വളരെ സന്തോഷകരമായ ഒരു ആഘോഷമാവുന്നത്. കേരളത്തിന് കണി കാണാനായി 100 മേനി വിളവൊരുക്കാൻ കർഷകന് കഴിഞ്ഞെന്ന ആത്മസംതൃപ്തി കൂടി ഇത്തവണത്തെ വിഷുവിനുണ്ട്. കാർമേഘങ്ങൾ മൂടിയില്ല. ഇടയ്ക്കിടെ മാത്രം പെയ്ത മഴ ചൊരിമണൽ കർഷകന് ആശ്വാസമായൊരു കാലം. വഴുതിറ്റി വന്നൊരു മഴയോ കാറ്റോ ഒരു കൊന്നപ്പൂ പോലും കൊഴിക്കാത്ത ഇത്തവണത്തെ വിഷുക്കാലം. ചൊരിമണലിൽ വിത്തിറക്കുമ്പോൾ മേടം പൊള്ളുമോ എന്ന ഭയം ഓരോ കർഷകനുമുണ്ടായിരുന്നു. കഴിഞ്ഞ തവണ അപ്രതീക്ഷിതമായി എത്തിയ മഴ കൃഷിയിടങ്ങളിൽ കണ്ണീരുപ്പ് പടർത്തി. എന്നാൽ ചൂടതിക്രമിക്കാതെ, പെയ്ത് പരിഭ്രമിപ്പിക്കാതെ മീനം കടന്നുപോയി. കർഷകന് 100 മേനി അനുഗ്രഹം നൽകി രാവും പകലും ഒന്നായി പകുത്ത് മേടം പിറന്നു. കർഷക ഹൃദയങ്ങളിൽ സന്തോഷത്തിൻ്റെതാണ് ഈ വിഷുക്കാലം. മുൻവർഷത്തെ വെച്ച് നോക്കുമ്പോൾ കൃത്യമായിട്ടുള്ള സമയത്ത് മഴ കിട്ടിക്കൊണ്ടിരുന്നു. ആഴ്ചയിൽ ഒരു മഴ എന്ന് വെച്ചാൽ അത് കൂടുതൽ ഇപ്പം നനക്കണേക്കാൾ ഒരുപാട് എൻ്റെ ഗുണമാണ് ഒരു മഴ പെയ്യുമ്പോൾ കിട്ടുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നല്ല വിളവാണ് മുൻവർഷത്തേലും കിട്ടിയിരിക്കുന്നത്. അത് മാത്രമല്ല മുൻവർഷത്തേക്കാളും കണിവെള്ളരിക്ക് നല്ല ഡിമാൻഡാണ് എന്നുള്ളതാണ്. തരിശുപാടങ്ങളിൽ സ്വർണവർണ്ണമുള്ള കണിവെള്ളരിയും മത്തനുമെല്ലാം നിറകണിയായി. ആവശ്യത്തിനല്ലാതെ ഒരു തുള്ളിയെ പോലും കൈവിടാതെ നീലാകാശവും. ആദി ദ്രാവിഡമായ ആഘോഷങ്ങളിൽ പഴമ കൊണ്ടും പെരുമ കൊണ്ടും മുൻപിലായ മേടസംക്രാന്തിയിലെ വിഷു ഞാറ്റുവേലയുടെ ഉത്സവം കൂടിയാണ്. മണ്ണിൽ വിയർപ്പൊഴുക്കുന്ന കർഷകന്റെ ഐശ്വര്യപൂർണമായ വിളവെടുപ്പിന്റെ ഉത്സവം. ഇത്തവണ എല്ലാം മനോഹരമായി പൂർത്തിയായിരിക്കുന്നു. വലിയൊരു പാടശേഖരത്തിലേക്ക് വന്നിട്ട് 10 വർഷം പിന്നിടുകയാണ്. അങ്ങനെ മാത്രമല്ല എല്ലാ സമയത്തും നമ്മളിവിടെ പണ്ട് തൊട്ടേ കണിവെള്ളരിയും ചെയ്ത് പോകുന്നൊരു പാടാണ്. ഇപ്പൊ ഈ പാടം കിട്ടിയതിന് ശേഷം വേറെ പാടത്തെയും കണിവെള്ളരി ചെയ്യാറില്ല എന്നുള്ളതാണ്. ഈ പാടനെ ചതിക്കാത്ത പാടാണ്. ഇത്തവണയും ചതിച്ചിട്ടില്ല, നല്ല വിളവാണ് കിട്ടിയിരിക്കുന്നത്. കൃഷി കാർഷിക സമൃദ്ധിയുടെ ആഘോഷം കൂടിയാണ്. കാറും കോളും ഒന്നുമില്ലാത്ത അന്തരീക്ഷം ഇത്തവണ കർഷകന് 100 മേനി നൽകി. എല്ലാവർക്കും സമൃദ്ധമായ വിഷു ആശംസകൾ. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ആലപ്പുഴ ഇലഞ്ഞിപ്പാടത്തു നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18.
ശരണി ഒരു കൃഷ്ണന്റെ വിഗ്രഹവും കണിക്കൊന്നൊക്കെ ഒപ്പിച്ച് എന്തായാലും വിഷു കളറാക്കിയിട്ടുണ്ട്. ഒരു കർഷകൻ ഹൃദയം നിറഞ്ഞ് പറയാണ്, എനിക്ക് വേണ്ടതെല്ലാം ഈ പാടം തരുന്നു, എനിക്ക് വേണ്ടതെല്ലാം ഈ വിഷുവിന് കിട്ടിയെന്ന് പറയുന്നതാണ്. സന്തോഷമല്ല, നമുക്കത് കണ്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷം തോന്നി. നേരത്തെ ശ്രീ ചേച്ചി സൂചിപ്പിച്ചതുപോലെ തന്നെ വെയിലും മഴയും ഒന്നും ഇത്തവണ ആരെയും കൃഷിവിളകളെ ഇത്തവണത്തെ കാലാവസ്ഥയാണെങ്കിൽ ആകെ കൂടെ ഒരു പണിയെ തന്നുള്ളൂ. എന്ന് വെച്ചാൽ കൊന്നിങ്ങനെ ഫുൾ പൂത്ത് നിൽക്കുകയാണല്ലോ. അപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നല്ല മഴ പെയ്തതുകൊണ്ട് ഒരൊറ്റ കൊന്നയുടെ മുകളിൽ ഒരു പൂ പോലും ഇല്ല. കൃത്യസമയത്ത് തന്നെ എല്ലാം കൊഴിഞ്ഞു പോയി. ഞാൻ താമസിക്കുന്ന ഫ്ലാറ്റിന്റെ മുന്നിൽ ഒരു നല്ല ഭംഗിയുള്ള കൊന്നവരുണ്ട്. എല്ലാ ദിവസവും എന്റെ വണ്ടിയുടെ മുകളിൽ മുഴുവൻ കൊന്നപ്പൂവായിരിക്കും. ഇന്നലെ നോക്കിയപ്പോ ആ കൊന്നയുടെ മുകളിൽ അപ്പോ ആ നിലയ്ക്ക് ഈ മഴ പെയ്ത് അന്തരീക്ഷമൊക്കെ ഒന്ന് തണുത്തു. അങ്ങനെ ഒരു നല്ല കാലാവസ്ഥയല്ല ഇത്തവണത്തെ വിഷു അല്ലേ. സാധാരണ ഇങ്ങനെ പൊള്ളി അടരുന്ന ഒരു സമയമൊക്കെ ആയി. ഏപ്രിൽ പകുതി എന്നൊക്കെ പറയുമ്പോൾ കേരളത്തിൽ ഭയങ്കര ചൂടായിരിക്കും. പക്ഷെ ഇത്തവണ അതുകൊണ്ട് എന്താണെന്നറിയോ, ഈ തെരുവോരത്ത് വിഷുവിന് വേണ്ടി മാത്രമായി വന്നിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർക്കും ഇക്കൊല്ലത്തെ വിഷു അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ട്, വലിയ എന്താ പറയാ, ശാരീരികമായി വലിയ അസ്വസ്ഥതകൾ ഉണ്ടാക്കാത്തൊരു വിഷുവാണ്. നമ്മൾ അങ്ങനെ കുറച്ച് ആൾക്കാരെ പറ്റി ഇനി പറയാൻ പോണേ. അപ്പോൾ വിഷുവും രാജസ്ഥാനുമായി എന്തെങ്കിലും ബന്ധം ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ ഒറ്റയടിക്ക് പറയും എന്ത് ബന്ധമെന്ന്. അതെ, അതെന്താണ് ബന്ധം എന്ന് ആലോചിക്കും. പക്ഷേ ഉണ്ടെന്ന് തന്നെ പറയാം. കാരണം തിരുവനന്തപുരത്ത് നിന്നുള്ളൊരു കാഴ്ചയിലേക്കാണ് നമ്മൾ പോകുന്നത്. തലസ്ഥാനം കണികണ്ടുണരുന്ന പ്രതീക്ഷയുടെ കൃഷ്ണ വിഗ്രഹങ്ങൾ തയ്യാറാക്കുന്നത് രാജസ്ഥാനിൽ നിന്നുള്ള നാടോടികളാണ്. രാജസ്ഥാനും വിഷുവുമായി ആത്മബന്ധമുണ്ട്. വിഷുക്കാലത്തിനു മുന്നേ അവർ കേരളത്തിലേക്ക് ട്രെയിൻ കയറും. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇറങ്ങും. തലസ്ഥാനത്തെത്തുന്നവർ പള്ളിച്ചലിനടുത്താണ് തങ്ങുക. അവിടെ അവർ വിഗ്രഹങ്ങൾ കടഞ്ഞെടുക്കും. പ്ലാസ്റ്റർ ഓഫ് പാരീസിലാണ് നിർമ്മിതി. बहुत आदमी बहुत जगह अपना सब जगह ऐसे एरिया पे बहुत जने रहते हैं हमारे. കഴിഞ്ഞ ദിവസം മഴയിൽ പൂക്കൾ ഒരുപാട് കൊഴിഞ്ഞുപോയി. വിഷുവല്ലേ, പൂക്കാതിരിക്കാനാവില്ല എന്ന കവിത പോലെ ഇടയ്ക്ക് മഴ പെയ്തെങ്കിലും ഇക്കുറി കൊന്നകൾ പൂക്കളെയെല്ലാം മഴയ്ക്ക് വിട്ടുകൊടുത്തില്ല. പൂവാണോ അതോ ഇല്ല, വേറെ സ്ഥലത്ത് നിന്ന് കളക്ട് ചെയ്തതാണ്. വിഷുവിനുള്ളൊരു കച്ചവടമാണ്. അതെ. കച്ചവടം തുടങ്ങിയിട്ട് എങ്ങനെയുണ്ട്? കസ്റ്റമർ വന്നായിരുന്നു, വാങ്ങിച്ചു. പ്ലാസ്റ്റിക് പൂക്കൾ വാങ്ങാൻ കിട്ടുമെങ്കിലും പ്രകൃതി നൽകുന്ന വസന്തത്തെ കണി കാണാൻ ആഗ്രഹിക്കുന്നവരാണ് മലയാളികൾ. അല്ല, അതൊന്നും നമ്മൾ ഇതുവരെ വച്ചിട്ടുമില്ല, നമ്മൾ കണ്ടിട്ടുമില്ല. അങ്ങനെയൊന്നും ഒരിക്കലും വെക്കാറില്ല. ഇത് എന്തായിരുന്നാലും ഇതൊരു പ്രകൃതിയിലുള്ളതാണ്. എന്തായാലും പൂക്കും, പൂക്കാതിരിക്കത്തില്ല. ഇല്ല, പടുക്ക അല്ലാതെ ഞങ്ങള് വെങ്കല തട്ടത്തിൽ വെക്കും, അല്ലാതെ ഉരുളിയിലല്ല വെക്കുന്നത്. അതെ അതെ, ഇതുപോലെ തന്നെയാണ് ആത്തിച്ചക്ക. ഇനിയും ഇതിന്റെ കൂടെ നമ്മൾ ഇതുണ്ടല്ലോ പൈനാപ്പിൾ പുറുത്തി, അതും കൂടെ ഒക്കെ വെക്കും. പിന്നെ തട്ടത്തില് ഫ്രൂട്ട്സ് അങ്ങനെയുള്ളതൊക്കെ ആണ്. ന്യൂസ് 18 തിരുവനന്തപുരം. ഞാൻ കുറച്ചു നേരമായിട്ട് വള്ളുവനാട്ടിലെ വിഷുവിനെ പറ്റി തള്ളി മറിക്കുന്നുണ്ടല്ലോ. ഞങ്ങൾ വള്ളുവനാട്ടിലെ എങ്ങനെയാണ് വിഷു എന്ന തള്ളലിന് ശേഷം ഞാനിതാ ബാറ്റൺ കൈമാറുന്നു CV അനുമോദിന്. അനുമോദൻ, നമ്മുടെ നാട്ടിലെ വിഷു എങ്ങനെയാണെന്ന് നമ്മുടെ പ്രേക്ഷകർക്കും ഇവിടെയുള്ളവർക്കും ഒക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ ഒരു അവസരമാണ്. നമുക്ക് ഒട്ടും മോശമാക്കേണ്ട. ഹാപ്പി വിഷു. പടക്കമൊക്കെ പൊട്ടിച്ചോ? എങ്ങനെയുണ്ട് വിഷു രാവിലെ? ഹാപ്പി വിഷു ശ്രീജ, ആര്യ. നമ്മളെ നാട്ടിലെ വിഷു വിശേഷങ്ങള് എല്ലാവർക്കും മുഴുവൻ മനസ്സിലാവണമെന്നില്ല. ഇന്നിപ്പോ ഞാൻ തന്നെയാണ് ഈ ക്യാമറാമാൻ, റിപ്പോർട്ടർ എന്നുള്ളത്. ഫ്രെയിമിൽ കുറച്ച് ചില പ്രശ്നങ്ങൾ ഉണ്ടാവും, എന്നാലും നമ്മുടെ വിശേഷങ്ങളൊക്കെ പ്രേക്ഷകരിലേക്ക് കൃത്യമായിട്ട് എത്തിക്കുക. ഇതിപ്പോ നമുക്ക് ഇവിടെ ഈ ചാണകമൊക്കെ മെഴുകിയിരിക്കുകയാണ്. എന്താന്ന് വെച്ചാല് നമ്മുടെ ഈ പൂജ ഉണ്ടല്ലോ, വിഷുവിന്റെ പൂജ, അതിന്റെയൊക്കെ പരിപാടി തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. അച്ഛൻ അതിന്റെയൊക്കെ ഒരു എക്സ്പേർട്ടാണ്. നമ്മളെ സ്വന്തം വീട്ടിൽ തന്നെയാണ് ഈ പരിപാടികള്. ഇത് രാവിലെ നമ്മൾ ഭൂമി പൂജയാണോ? കൃഷിയുടെ മുന്നോടിയായിട്ടുള്ള ഭൂമി പൂജ അല്ലേ കാണിക്കുന്നത്? അതെ അതെ അതെ, ഭൂമി പൂജയുടേതായിട്ടുള്ളതാണ്. നമുക്ക്
ഇത് കഴിയുമ്പോൾ അടുക്കളയിലാണ് നമ്മുടെ അനുമോദിന് മെയിൻ പരിപാടി. കൂട്ടത്തോടെ നമ്മുടെ ഇടിയായിരിക്കും. വിഷുവിന് ഇത് വെച്ചിട്ടുണ്ട്. പറയാതെ ക്യാമറയൊക്കെ കൊണ്ട് അകത്തേക്ക് ചെല്ലുന്നതിന് അനുമോദിന് ഒരു ഇടി ഉറപ്പാണ് ഇത് കഴിയും. ഇവിടെയാണ് നമ്മുടെ മെയിൻ പരിപാടി. ആഹാ, സ്പെഷ്യൽ വിഭവങ്ങൾ ഒരുങ്ങുന്നുണ്ട് അവിടെ അടുക്കളയിൽ. നെറ്റ്വർക്കിന് ഒരു ചെറിയ പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് നമുക്ക് ആ കാഴ്ചയിലേക്ക് മടങ്ങിയെത്താം. കാണിക്കുന്നതെന്ന് വെച്ചാല് ഇത് വിഷു അടയാണല്ലേ? അനുമോദ് പുറത്തേക്ക് ഇറങ്ങുന്ന നല്ലത്. വീടിനകത്ത് റേഞ്ച് അല്പം കുറവാണ്. ഇതാണ് രാവിലെ ഫോണൊക്കെ വിളിക്കുമ്പോൾ കിട്ടാത്തതിന്റെ കാരണം ഇപ്പോഴാണ് മനസ്സിലായത്. രാവിലെ പൂവട, വിഷു അട എന്നൊക്കെ പറയും. വിഷു അട ഉണ്ടാക്കുന്നതാണ് അവിടെ കാണുന്നത്. നമുക്കത് ക്ലിയർ ആയിട്ട് കാണാം. ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ? ബ്രേക്ക്ഫാസ്റ്റ് വേറെ എന്തെങ്കിലും ഉണ്ടോ, അതോ ഇത് സ്പെഷ്യൽ ആണോ? എനിക്ക് തോന്നുന്നു ചേച്ചിയുടെ അവിടുത്തെ അനുമോദം വരാം. ഒരിച്ചിരി ലൈനിൽ ഒരു പ്രശ്നമുണ്ട്, നമുക്കത് ഒന്ന് ശരിയാക്കിയിട്ട് തിരിച്ചു വരാം. ഞങ്ങളുടെ നാട്ടിൽ ഇതില്ല. വളരെ ഇങ്ങനെ ഒരു ഇച്ചിരി 5 കിലോമീറ്റർ അപ്പുറത്തേക്ക് മാറുമ്പോഴത്തേക്കും അതിലെ ആചാരങ്ങൾക്ക്, അവിടുത്തെ രീതികൾക്കൊക്കെ വ്യത്യാസം ഉണ്ടാവും. ഓരോ വീടുകളിലും ഇത് തയ്യാറാക്കുന്ന കാര്യങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാവും. കാരണം ഒരു വീട്ടിൽ കുറേ വർഷങ്ങളായിട്ട് അവരെങ്ങനെയാണോ ഇത് ചെയ്തുകൊണ്ട് വരുന്നത് അതുപോലെ തന്നെ ആയിരിക്കും ഇത്തവണ. ഓരോ വർഷവും ഓരോ തലമുറയായിട്ട് അത് കൈമാറി. അനുമോദന്റെ വീട്ടിലെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ഏത് ആഘോഷം, അതിപ്പോ ഓണം ആണെങ്കിലും അതിന്റെ ഒരു തനത് പരമ്പരാഗത രീതിയിലുള്ള ഒരു ആഘോഷം ഉണ്ടല്ലോ, അത് തെക്കൊന്നും നമ്മൾ കണ്ടിട്ടില്ലാത്ത തനത് ആഘോഷം എപ്പോഴും നടത്തുന്ന ഒരു വീടാണ്. ഓണത്തിനും ഇതേപോലെ. അതുകൊണ്ട് നമ്മുടെ ഒരു ലൈവ് കാഴ്ചകൾ കാണിക്കാൻ അതെ സ്ഥിരം ലൈവ് സ്പോട്ടാണ്. ഏത് ആഘോഷ ദിവസം വന്നാലും അതെ ആ കാഴ്ചകൾ ഒരു പക്ഷെ മറ്റു വീടുകളിലൊന്നും ഇപ്പോൾ പണ്ടൊക്കെ ഇരുന്നിട്ടുണ്ടാകാം, പക്ഷെ ഇപ്പോൾ അധികം കാണാത്ത കാഴ്ചകളാണ്. അപ്പോൾ അങ്ങനെ ഒരു അനുമോദിന്റെ വീട്ടില് അനുമോദും ഞാനും ഒക്കെ വള്ളുവനാട്ടുകാരാണെന്ന് നമ്മൾ പറയുമ്പോഴും ഞങ്ങൾ 2 ജില്ലകളിലാണ്. ഞാൻ പാലക്കാട് ജില്ലയാണ്, അനുമോദ് മലപ്പുറം ജില്ലയാണ്. അപ്പൊ അതാ വീട്ടില് അനുമോദ് പൂവട ഉണ്ടാക്കുകയാണോ? ഇപ്പൊ കാണാമല്ലോ അല്ലേ? കാണാം. മാമ്പഴ പുളിശ്ശേരിക്കുള്ള മാങ്ങ അവിടെ തൊലി കളഞ്ഞു വെച്ചിട്ടുണ്ട്. നമ്മൾ ഉച്ചയ്ക്കുള്ള മാമ്പഴ പുളിശ്ശേരിയുടെ അത് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. പിന്നെ അട, ഇത് പൂജയ്ക്ക് നമ്മൾ രാവിലെ വെക്കുന്നതാണ് അട, അത് ഉണ്ടാക്കുന്നു. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ വിഷുവിന്റെ അന്ന് ചക്കയാണ് മെയിൻ താരം. അമ്മ ചക്ക ഉറക്കാനുള്ള ഒരു പരിപാടിയിലാണ്. ഓണത്തിന് കായാണെങ്കിൽ വിഷുവിന് ചക്കയാണ്. ഇന്ന് ഉച്ചക്ക് ചക്കരിശ്ശേരി ഇല്ലേന്ന് ചോദിക്കും അമ്മയുടെ അടുത്ത്. ചക്കരശ്ശേരിന്റെ മാങ്ങാക്കൊണ്ടാൻ, പിന്നെ ചക്ക വറുത്തത്, ഓലൻ, പിന്നെ പയറുകൊണ്ട് ഉപ്പേരി അല്ലേ, ഇങ്ങനെ ഉണ്ട്. പിന്നെ നേദിക്കാൻ അട എല്ലാം ഉണ്ടാക്കുന്നുണ്ട്. ഈ ചക്കരശ്ശേരി എങ്ങനെ ഉണ്ടാക്കാന്ന് ചിലപ്പോൾ തെക്കുള്ളവർക്ക് അറിയണ്ടാവില്ല, അതും കൂടി ഒന്ന് വേഗം പറഞ്ഞു കൊടുത്തോളൂ. ചക്ക നുറുക്കി അതിലേക്ക് കുരുമുളക്, മഞ്ഞള്, ഉപ്പ് ഇട്ട് വേവിച്ച് അതിൽ നാളികേരം ജീരകം അരച്ച് നാളികേരം വറുത്ത് നാളികേരം കടുക് ഇതൊക്കെ പാടെ വറുത്തിട്ടിട്ട് അരിക്ക് കൂട്ട് അതന്നെ അങ്ങനെ ചക്കരശ്ശേരി നമുക്കതറിയാം. അതെ, അമ്മയെ സംബന്ധിച്ച് ഏറ്റവും സിമ്പിളായി ഉണ്ടാക്കുന്ന ഒരു കറിയാണ് ചക്കരശ്ശേരി. അമ്മ വിചാരിക്കണത് ഇതിപ്പോ എന്തിനാ ഇത്ര പറയാനുള്ളത്. ചക്ക വറുക്കാണ്. ഒരു തനത് വള്ളുവനാടൻ അടുക്കളയുടെ കാഴ്ചകളാണ്. ചക്കരശ്ശേരിക്കാണ് ഇവിടെ പ്രധാനം. അതെ എനിക്കറിയാം, എനിക്ക് മനസ്സിലാവും. വികാരം മനസ്സിലാവും. ആഹാ, ഇന്നത്തെ ദിവസം എനിക്ക് തോന്നേ മോളോട് ചോദിച്ചേ അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആഘോഷം വിഷു അല്ലേന്ന് ചോദിച്ചു നോക്കിക്കേ. ആണ്, വേറെ ഒന്നുമല്ല, സാമ്പത്തിക ലാഭമുണ്ട്. അപ്പു, ഏറ്റവും ഇഷ്ടപ്പെട്ട ആഘോഷം ഏതാണ്? വിഷു. എന്താ കാരണം? അതൊന്നുമില്ല. ഈ അട ഉണ്ടാക്കി അച്ഛൻ ഇവിടെ ഉണ്ട്. അച്ഛൻ സാധാരണ എല്ലാ തവണയും ഞാൻ ഓരോ കാര്യത്തിന് ബുദ്ധിമുട്ടിച്ച് നിർത്താറുള്ളതാണ്. ഇത്തവണയും കൂടെ അച്ഛനോട് ഞങ്ങൾക്ക് വേണ്ടി ഒരു ചെറിയ ബുദ്ധിമുട്ട്. 8:30 സമയം റെഡിയായിരിക്കുകയാണ്. മുഹൂർത്തമൊക്കെ ഉണ്ടോ അനുമോദയത്തിന്? പൂജയുണ്ട്. കഴിഞ്ഞിട്ട് നമ്മൾ തൃപ്രങ്ങോട്ടാപ്പനെയാണ്. 8:00-8:30 ഇടയിൽ ചെയ്യാന്നുള്ളതാണ്. അതായത് പണ്ടൊക്കെ ആണെങ്കിൽ വിഷു കണിയാൻ സമയം തരും. അതെ വിഷുവിന് നമ്മൾ അതെ മഴയും പ്രകൃതിയും ഇതിനൊക്കെ ഇതാവാൻ വേണ്ടി നമ്മൾ തൃപ്രങ്ങോട്ടാപ്പനെയാണ് നമ്മൾ പൂജിക്കുക. അപ്പോൾ അതിനും കൂടി ഈ കൈക്കോട്ടുചാല് പൂജിക്കുന്നതോട് കൂടി പിന്നെ തൃപ്രങ്ങോട്ടാപ്പനയോടും കൂടിയാണ് പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മൾ
പ്രകൃതി വളരെ അനുകൂലമായിട്ടുള്ള കാലാവസ്ഥ തരണം എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പൂജ സമർപ്പിക്കും കൂടിയും ചെയ്യുന്നുണ്ട് ഒപ്പം. അപ്പൊ അതാണ് നമ്മുടെ അടുക്കളയിലെ ഇവിടുത്തെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ. നമ്മുടെ വിഷുവിന്റെ ആശംസ പറയാൻ ഒരാളും കൂടെ ചേരുന്നുണ്ട്. എവിടെ 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 കാണട്ടെ. അപ്പൊ നമുക്ക് വിഷു ആശംസ പറഞ്ഞ് അവസാനിപ്പിക്കാം അല്ലേ? കിട്ടി. ഹാപ്പിയായി. ഞങ്ങൾ ഫുൾ ഹാപ്പിയായി. അപ്പോൾ ഇത് നമ്മൾ കാണുന്നത് ഒരു വള്ളുവനാട്ടിലെ, അതായത് വിഷു അതിന്റെ തനത് സ്വഭാവത്തിൽ ആഘോഷിക്കുന്ന ഒരു വീട്ടിലെ കാഴ്ചകളാണ്. അപ്പൊ ഇനിയും അതിന്റെ ആചാരപരമായിട്ടുള്ള ചടങ്ങുകൾ 8:30 കൂടിയിട്ട് അതിന്റെ ഒരു മുഹൂർത്തം ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം നമുക്ക് എന്തായാലും ന്യൂസ് 18നോടൊപ്പം പ്രേക്ഷകർ തുടരുകയാണെങ്കിൽ അനുമോദേട്ടൻ നമുക്ക് അതെല്ലാം കാണിച്ചു തരും. ഇത് ഞാൻ ഇങ്ങനെ തുടക്കത്തിൽ പറഞ്ഞപ്പോൾ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, ഇതിനിപ്പോ എന്റെ അവിടെ മാത്രമാണോ ഇങ്ങനെ. അനുമോദം, എനിക്ക് ആ മാങ്ങയൊക്കെ ശരിയാക്കി വെച്ചതൊക്കെ കണ്ടിട്ടേ നൊസ്റ്റാൾജി അടിച്ചിട്ട് ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. കാരണം നമ്മുടെയൊക്കെ വീടുകളിലെ ഈ വിഷു ദിവസത്തെ രാവിലത്തെ കാഴ്ചയാണ് ആ മാങ്ങ തൊലി കളഞ്ഞു വെച്ചിട്ടുള്ളത്, ചക്ക ശരിയാക്കി വെക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ഞാൻ ആരുടെ അടുത്ത് പറയായിരുന്നു രാവിലെ. അതെ, രാവിലെ ചക്ക വെട്ടുക എന്ന് പറഞ്ഞൊരു ചടങ്ങില്ലേ? ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പൊ ഇവിടെ വറക്കാട്ടിരിക്കുന്നത് ചക്ക. ഇനിയിപ്പോ ഇലശ്ശേരിക്ക് അരിഞ്ഞു വെക്കണം. അത് അവിടെ നുറുക്കി വെച്ചിട്ടുണ്ട്. നാളികേരം നേരത്തെ ചിരകി വെച്ചിട്ടുണ്ട്. അപ്പൊ ഒരു കാര്യം ചെയ്തോളൂ, തൽക്കാലം ഇപ്പൊ നമ്മൾ ഈ കോള് കട്ട് ചെയ്ത് പോയിട്ട് അത്യാവശ്യം അരിയാനുള്ളതൊക്കെ സഹായിച്ചു കൊടുക്കും. ഈ മൈക്കും പിടിച്ച് നിൽക്കുമ്പോ പണിയൊന്നും ചെയ്യണ്ട, ചെറിയ ഇളവുണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു 8:30 ആകുമ്പോ ഒരിക്കൽ കൂടെ വരാം. അവിടെ ചാല് കയറുന്ന സമയത്ത് വിഷുവാശംസകള്. സന്തോഷം അനുമോദ, വീട്ടിലെല്ലാരും കാണാൻ പറ്റിയാലും സന്തോഷം. അതെ, ഇത് ഒരു സെറ്റും അല്ല. സാധാരണ നമ്മൾ ഇതൊക്കെ സെറ്റ് ഇടുക എന്ന് പറയില്ലേ, ഇത് സെറ്റ് അല്ല, ഇത് ഒറിജിനൽ ആണ്, പ്യുർ 916. അതെ, നാച്ചുറൽ ആണ്. അപ്പൊ അനുമോദേട്ടാ, ഒരുപാട് സന്തോഷം എല്ലാരെയും കണ്ടതില്. എല്ലാവർക്കും ഞങ്ങളുടെ രണ്ടുപേരെയും വിഷു ആശംസകൾ അറിയിക്കുക, പറയണം. ആദ്യത്തെ ട്രിപ്പ് ചക്ക വറുത്ത് എത്തി കേട്ടോ. അപ്പൊ ഒരു നിർത്തിയില്ല, കാണാനേ വഴിയുള്ളൂ. അപ്പോൾ ശരിയെല്ലാം പറഞ്ഞ പോലെ, ഒരു വിഷമത്തോടെ ശരിയെല്ലാം പറഞ്ഞ പോലെ. ഹാപ്പി വിഷു അവിടെ എല്ലാവർക്കും. വളരെ സന്തോഷം രാവിലെ അവിടെ എല്ലാവരും കാണാൻ കഴിഞ്ഞതിൽ. അപ്പൊ നമ്മൾ ഇനി അടുത്തത് പോകുന്നത് ഇത് മലപ്പുറത്ത്. പാലക്കാട്ടെ വിശേഷങ്ങളൊക്കെ ഞാൻ പറഞ്ഞില്ലേ. ഇനി തൃശ്ശൂര് തൊട്ടടുത്ത ജില്ലയാണ്. ചിലപ്പോൾ ഒരു അതിർത്തിയിലേക്കൊക്കെ ഒരു ഇച്ചിരി ദൂരേ ഉള്ളൂ. പക്ഷേ അവിടെ വളരെ സ്പെഷ്യലായ വേറൊരു കാര്യമുണ്ട്, വിഷുക്കട്ടം. അതിന്റെ വിശേഷങ്ങൾ നമ്മൾ കാണും ചെറിയ ഇടവേളയ്ക്ക് ശേഷം. വിഷുവൊക്കെ ആയിട്ട് നമ്മൾ രാവിലെ തൊട്ട് വിഷു വിശേഷങ്ങൾ പലയിടത്തുനിന്ന് കേൾക്കുന്നുണ്ട്, കാഴ്ചകൾ കാണുന്നുണ്ട്. ഇനി ഒരു വിഷുവൊക്കെ ആകുമ്പോൾ നമുക്ക് അതിഥികളും വേണം. നമ്മുടെ വീട്ടിലേക്കായാലും അതിഥികൾ വരും. അതുപോലെ നമുക്ക് അടുത്തത് നമ്മളൊരു അതിഥിയിലേക്ക് പോവുകയാണ്. വളരെ വളരെ സ്പെഷ്യലായ ഒരു അതിഥിയാണ്. എന്നെ സംബന്ധിച്ച് വളരെ സ്പെഷ്യലാണ്. കാരണം എൻ്റെ അടുത്ത സുഹൃത്തു കൂടിയായ നമ്മുടെ യുവതാരം ശ്യാം മോഹനാണ് നമ്മുടെ അതിഥിയായി ഇപ്പോൾ നമ്മളോടൊപ്പം രാവിലെയിൽ ചേരുന്നത്. ശ്യാം, ഗുഡ് മോർണിംഗ്, ഹാപ്പി വിഷു. ശ്യാമിനും ഗോപികയ്ക്കും ഹൃദയം നിറഞ്ഞ വിശ്വാസംസകൾ. രാവിലെ കണിയൊക്കെ കണ്ടിട്ട് ഇരിക്കുന്ന വഴിയാണോ? ഹായ് ശ്രീജ, ഹാപ്പി വിഷു. ഹാപ്പി വിഷു. എന്റെ കൂടെ ആര്യയും കൂടെ ഉണ്ട്, ശ്യാം. ഞങ്ങൾ രണ്ടുപേരും ഉണ്ട്. രാവിലെ ഞാൻ കണ്ണാടി നോക്കിയപ്പോ എന്നെ തന്നെ കണ്ടു. അല്ല, ഞങ്ങള് പലർക്കും വരുന്നത് ശ്യാമിന്റെ പടമാണ് രാവിലെ വരുന്നത് കേട്ടോ. അല്ല, രാവിലെ ഒരു അതെ 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 എനിക്കും വന്നു. കാരണം മറ്റേ അവരുടെ ഹോട്ട്സ്റ്റാറിന്റെ പേജിൽ രാവിലെ എന്നെ തന്നെ ടാഗ് ചെയ്തിട്ട് എനിക്ക് എന്നെ കണിയായിട്ട് അവർ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് തന്നെ എടുത്ത് എല്ലാവർക്കും അയച്ചു കൊടുത്തു. നമ്മുടെ മനസ്സിലൊക്കെ കൃഷ്ണൻ ഒരൊറ്റ മുഖം ഉണ്ടായിരുന്നുള്ളൂ. ഒന്നെങ്കിൽ നമ്മൾ കാണുന്ന കൃഷ്ണ വിഗ്രഹങ്ങളിലെ കൃഷ്ണന്റെ മുഖം, അല്ലെങ്കിൽ പിന്നെ നമ്മൾ പണ്ട് കണ്ടിട്ടുള്ള ശ്രീകൃഷ്ണ സീരിയലിലെ കൃഷ്ണന്റെ മുഖം. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് കൃഷ്ണന്റെ മുഖം എന്ന് പറഞ്ഞാൽ വേറൊരു മുഖമാണ്. അതെ, ശ്യാമിന്റെ മുഖം. അപ്പൊ എങ്ങനെയാണ് ഇത്തവണത്തെ വിഷു ആഘോഷങ്ങളൊക്കെ? വിശ്വമാധവൻ ഇറങ്ങിയ സമയത്ത് ഹരിശ്രീ അശോകന്റെ ഒരു ഞാൻ അതും മനസ്സിൽ കൂടി ഇങ്ങനെ ഓടിപ്പോയി. ഇത് വരുമായിരുന്നു. അതെ 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 അപ്പൊ അതെ അതെ അപ്പൊ ഇപ്പൊ അതിന്റെ കൂട്ടത്തിൽ എൻ്റെ വരുന്നുണ്ടെന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഇപ്പോഴത്തെ ജെൻസി കിഡ്സിനൊക്കെ ഈ പ്രേമലു കണ്ടതിന് ശേഷം അവർ എനിക്കൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് അയക്കുമ്പോഴൊക്കെ കൂടുതലും എൻ്റെ ഇമോജിയും സ്റ്റിക്കറും ഒക്കെയാണ്, അത് എനിക്ക് തന്നെ വരാറുണ്ട്. ഇത്തവണത്തെ വിഷു എന്ന് പറയുന്നത്, ഞാനിപ്പോൾ ഇവിടെ തന്നെ കൊച്ചി തന്നെ ഉണ്ട്. വിഷു അങ്ങനെ വിഷുവിന് വലിയ ആഘോഷങ്ങൾ ഉണ്ടാവാറില്ല. കാരണം വിഷു എൻ്റെ അമ്മ മരിച്ചൊരു ദിവസം കൂടെയാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വലിയ ഇതായിട്ട് ആഘോഷിക്കാറില്ല. എന്നാലും ഇപ്പോൾ ഞാനും ഗോപികയാണ് ഇവിടെ കൊച്ചിയിലുള്ളത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ വിഷുവിൻ്റെ ഒരു വൈബ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്.
പിന്നെ ഞാനിപ്പോൾ കുറച്ച് നാളായിട്ട് ഹൈദരാബാദിൽ ഷൂട്ടിലായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ വന്നിട്ട് ഒരു 1-2 ആഴ്ച ആയതുള്ളൂ. അപ്പോൾ ഇപ്പം മൊത്തത്തിലൊരു വിശ്രമം ആണ്, വീട്ടിൽ തന്നെ ഉണ്ട്. കഴിഞ്ഞൊരു വർഷം എടുത്തു നോക്കുകയാണെങ്കിൽ ശ്യാമിൻ്റെ ഒരു വർഷം കൂടിയായിരുന്നു. പ്രേമലു കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് തിയേറ്ററിൽ ഇറങ്ങിയ ഒരുപാട് സിനിമകളിൽ ശ്യാമിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഞാൻ ഇന്നലെ ശ്യാമിനെ ഗസ്റ്റായിട്ട് വിളിക്കാൻ വേണ്ടി എടുത്തപ്പോൾ നമുക്കിടയിലുള്ള നമ്മൾ കഴിഞ്ഞ കുറേ വർഷങ്ങൾക്കിടയിൽ സംസാരിച്ചു, വളരെ കുറച്ചായിരിക്കും സംസാരിച്ചിട്ടുണ്ടാവും, പക്ഷെ ആ ചാറ്റിൽ 2-3 തവണ ഞാൻ ശ്യാമിനോട് പറഞ്ഞിട്ടുണ്ട്, ഒരു ദിവസം ശ്യാമിനെ ഞാൻ ഇൻ്റർവ്യൂ ചെയ്യുന്ന ഒരു ദിവസം വരും ശ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ഞങ്ങൾ കുറേ നാളായി ഫ്രണ്ട്സാണ്. ശ്യാം ഈ ചെറിയ ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്ത് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന കാലം തൊട്ട് സീരീസ് ചെയ്യുന്ന ആ കാലം തൊട്ട് ഞങ്ങൾ സുഹൃത്തുക്കളാണ്. അപ്പോൾ അതിനിടയിലൊക്കെ ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, ഇടയ്ക്കിടയ്ക്ക് എടോ തന്നെ ഞാൻ ഇന്റർവ്യൂ ചെയ്യുന്ന ഒരു ദിവസം വരും എന്ന് പറയാറുണ്ട്. എനിക്ക് വളരെ 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 ഹൃദയം നിറഞ്ഞ സന്തോഷമുണ്ട് ശ്യാം അതിൽ. കാരണം കഴിഞ്ഞ വർഷം ശ്യാമിൻ്റെതായിരുന്നു, അതിലൊരു സംശയം വേണ്ട. അതെ അതെ അതേടോ, അത് ഭയങ്കര സന്തോഷമാണ്. ഈ പറഞ്ഞ പോലെ ശ്രീജയും എനിക്ക് കുറേ നാളായിട്ട് അറിയുന്നതാണ്. ഒരുപാട് കോമൺ ഫ്രണ്ട്സ് ഉണ്ട് നമുക്ക്. ഈ പറഞ്ഞ പോലെ ഫേസ്ബുക്ക് വഴിയാണെന്ന് തോന്നുന്നു നമ്മൾ സംസാരിച്ച് തുടങ്ങിയ. പിന്നെ അങ്ങനെ ഒരുപാട് സംസാരിച്ച് നമ്മൾ ഒരു തവണ തിരുവനന്തപുരത്ത് വെച്ച് നേരിട്ട് കാണുകയും ചെയ്തു. അപ്പോൾ വേറൊരു ചാനലിലായിരുന്നു വർക്ക് ചെയ്യുന്നത്. അപ്പം അന്ന് തന്നെ അന്ന് ഞാൻ എനിക്ക് തോന്നുന്നു സിനിമ അങ്ങനെ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടെന്ന് എനിക്ക് ഓർമ്മയില്ല, യൂട്യൂബിൽ ആയിരുന്നു തോന്നുന്നു കൂടുതലും. അപ്പോൾ എന്നോട് പറഞ്ഞതാണ്, ഈ പറഞ്ഞ പോലെ ഒരു ദിവസം ഞാൻ തന്നെ ഇൻ്റർവ്യൂ ചെയ്യും. അതുപോലെ പ്രേമലു ഇറങ്ങിയ സമയത്തും ഈ പറഞ്ഞ പോലെ ശ്രീജ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഒരുപാട് ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ വന്ന സമയത്ത് ഞാനന്ന് പറഞ്ഞില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. ശരിക്കും ഇപ്പോഴാണ് അത് ഫൈനലായത്. ഈ പറഞ്ഞ പോലെ ഭയങ്കര സന്തോഷമുണ്ട്. നമ്മുടെ ഒരുപാട് വർഷത്തെ എഫേർട്ട് പേ ഓഫ് ആവുന്നു എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ ഈ പറഞ്ഞ പോലെ 2015-16 സമയത്ത് ജോലി റിസൈൻ ചെയ്തിട്ട് കൊച്ചിയിൽ വന്നതാണ്. അപ്പോൾ തുടങ്ങിയ ശ്രമമാണ്. 2024 പ്രേമലു പോലൊരു സിനിമ സംഭവിച്ചത്. അപ്പോൾ അതിൻ്റെ ഒരു ഇതിൽ തന്നെയാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ആ പടത്തിന് കിട്ടിയൊരു ഇമ്പാക്റ്റും ആ ക്യാരക്ടറിന് കിട്ടിയൊരു അപ്രിസിയേഷനും തന്നെയാണ് നമുക്ക് പിന്നെയും സിനിമയിൽ നല്ല നല്ല വേഷങ്ങൾ കിട്ടാനും. ആൾക്കാർ ഇപ്പോൾ എവിടെ പോയാലും ഇപ്പോഴും ഒരു വർഷം കഴിഞ്ഞെങ്കിൽ പോലും പ്രേമലു ഇപ്പോഴും ആൾക്കാരുടെ മനസ്സിൽ ഫ്രഷ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇന്നലെ ആണെങ്കിലും ഞങ്ങൾ പുറത്ത് പോയി സിനിമ കാണാനൊക്കെ പോയ സമയത്തും എല്ലാവരും വരുന്നത് കൂടുതലും കുട്ടികൾ തന്നെയാണ്. നമ്മളിപ്പോൾ മാസ്ക് വെച്ചിരുന്നാലും തൊപ്പി വെച്ചിരുന്നാലും കുട്ടികൾ കണ്ടുപിടിക്കും. അപ്പം ആ ഒരു കുട്ടികളുടെ ഒരു ഇഷ്ടം കിട്ടുന്നത് ഭയങ്കര ഒരു അനുഗ്രഹം തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. ജസ്റ്റ് കിഡിങ്, അത് തീർത്തൊരോളം. അത് ഇപ്പോഴെങ്ങും ഉടനടി ഒന്നും ഒരിക്കലും അവസാനിക്കില്ല എന്നുള്ളതാണ്. ഞാൻ ഒരു പ്രേക്ഷക എന്നുള്ള നിലയിൽ പണ്ട് മുതൽ ശ്യാമിൻ്റെ എല്ലാ വീഡിയോസും കാണുന്ന ഒരാൾ കൂടിയായിരുന്നു. അപ്പോൾ ഈ പൊന്മുട്ട എന്ന് പറയുന്ന ആ ഒരു സീരീസിലെ എല്ലാ വീഡിയോസും ഞാൻ സ്ഥിരമായി കാണും. ഇപ്പം അതിൽ വീഡിയോ വരാത്തതിൽ ഒരുപാട് വിഷമം കൂടിയുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ എനിക്കും ശ്യാമിനെ സിനിമയിൽ കണ്ടപ്പോൾ പ്രേമലുവിലൊക്കെ കണ്ടു തുടങ്ങിയപ്പം എൻ്റെ വീട്ടിലെ ഒരാളെ സിനിമയിൽ കാണുന്ന ഒരു ഫീൽ എനിക്ക് തോന്നുന്നു മലയാളികൾക്ക് കൂടുതൽ പേർക്കും അങ്ങനെയാണ്. സ്വന്തം ഒരാളെ ബിഗ് സ്ക്രീനിൽ കാണുന്ന ഒരു സന്തോഷമാണ്. നമ്മൾ പൊതുവെ ചോദിക്കാറുള്ളതാണ്, ഈ പ്രേമലുവിന് മുമ്പും പ്രേമലുവിന് ശേഷവും അങ്ങനെ ജീവിതത്തെ ഒരു വലിയ രീതിയിൽ ഒരു മാറ്റം ഇങ്ങനെ വേർതിരിച്ച് കാണാൻ പറ്റുന്നുണ്ടോ ഇപ്പോൾ? ഉറപ്പായിട്ടുണ്ട്. പ്രേമലുവിന് മുൻപും ശേഷവും എന്ന രീതിയിൽ തന്നെയാണ് ലൈഫ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഞങ്ങളിപ്പോൾ പ്രേമലുവിന് ശേഷമാണ് എനിക്കൊരു വണ്ടി എടുക്കാൻ സാധിച്ചത്. അപ്പോൾ ഞാൻ വണ്ടി എടുത്ത സമയത്ത് അതിന് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത സമയത്ത് പോലും ഞാൻ സിനിമ തന്ന കാറെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോസ്റ്റ് ചെയ്തത്. അപ്പോൾ അത് വലിയൊരു കാര്യം തന്നെയാണ്. കാരണം നമ്മുടെ ഒരു എന്താ പറയുക, നമ്മളെല്ലാം ബാക്കിയെല്ലാം കളഞ്ഞിട്ട് ടാലൻറ്റിൽ മാത്രം വിശ്വസിച്ച് ഇറങ്ങി പുറപ്പെട്ടിട്ട് ആ ടാലൻറ്റ് കൊണ്ട് നമുക്ക് ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ സന്തോഷം. അപ്പോൾ എല്ലാവരും, നിങ്ങളായാലും ന്യൂസിലായാലും, നിങ്ങൾക്ക് അതിനോടൊരു ഇഷ്ടമുള്ളത് കൊണ്ടാണല്ലോ ആങ്കറിങ് അല്ലെങ്കിൽ ന്യൂസ് റീഡിങ് ജേർണലിസത്തിലോട്ട് വന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് സർവൈവ് ചെയ്യാൻ പറ്റുന്നു, ആ ഇഷ്ടമുള്ള തൊഴിൽ ദിവസവും ചെയ്യാൻ പറ്റുന്നു എന്ന് പറയുന്ന പോലെ എനിക്കും ഒരു സിനിമ വന്നതിന് ശേഷം ആൾക്കാർ അതിനെ മൊത്തത്തിൽ അപ്രിഷ്യേറ്റ് ചെയ്യുന്നു. ഇപ്പോൾ മലയാളത്തിൽ മാത്രമല്ല, ഹൈദരാബാദിലൊക്കെ ഈ പടം ഭയങ്കര ഹിറ്റായിരുന്നു. അപ്പോൾ അവിടെ പോയി ഞാൻ പറഞ്ഞ പോലെ അവിടെ ഷൂട്ടിന് പോയ സമയത്തും അവിടെ ആൾക്കാർ തിരിച്ചറിയുന്നുണ്ട്. എന്നുവെച്ചാൽ ഞാനൊരു മെഡിക്കൽ സ്റ്റോറിൽ സാധനം വാങ്ങാൻ പോയപ്പോൾ വളരെ ഒരു ലോക്കലായിട്ടുള്ളൊരു സ്ഥലമായിരുന്നു, ഒരു ഗ്രാമം പോലത്തെ സ്ഥലമായിരുന്നു. അവിടെയുള്ള ആൾക്കാർ വന്നിട്ട് ഞാൻ പ്രതീക്ഷിച്ചില്ല അവിടെയുള്ള ആൾക്കാർക്ക് പ്രേമലു കാണുമെന്ന്. കാരണം ജെൻസി പിള്ളേരൊക്കെ ആയിരിക്കുമല്ലോ കൂടുതലും കണ്ടിട്ടുണ്ടാവുക. പക്ഷെ അവിടെയുള്ള ആൾക്കാർ വരെ വന്നിട്ട് അവർക്ക് പേരൊന്നും അറിയില്ല, ആളെ അറിയില്ല. അപ്പം ആ സമയത്ത് എനിക്ക് വേറൊരു ലുക്കായിരുന്നു. അവരിങ്ങനെ ഒരു 5-10 മിനിറ്റ് ഇങ്ങനെ നോക്കും, അങ്ങനെ ഇത് തന്നെയാണോ അത് തന്നെയാണോ, എന്നിട്ട് യൂട്യൂബ് എടുത്തിട്ട് ഇങ്ങനെ നോക്കും, എന്നിട്ട് ഇങ്ങനെ മാച്ച് ചെയ്തൊക്കെ നോക്കും നമ്മുടെ അടുത്ത് വന്നിട്ട്. അങ്ങനെയൊക്കെ ആൾക്കാർ തിരിച്ചറിയുന്നുണ്ട്. അത് പറഞ്ഞ പോലെ സിനിമയുടെ ഒരു മാജിക് എന്ന് പറയുന്ന ആ സംഭവം തന്നെയാണ്. മറ്റേ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ ഈ പറഞ്ഞ പോലെ യൂട്യൂബ് ചെയ്യുന്ന കാലത്താണെങ്കിൽ ആൾക്കാർക്ക് അറിയാം, ചിലരൊന്ന് ഫോട്ടോ എടുക്കാൻ, ചിലരിങ്ങനെ ദൂരെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയും. പക്ഷെ ഇപ്പോൾ സിനിമയിൽ എപ്പോഴും ഭയങ്കര ആ ഒരു ഡിഫറൻസ് ഭയങ്കര എവിഡൻ്റ് ആണ്. നമ്മൾ സിനിമയിലൊരു നല്ല വേഷം ചെയ്തിട്ട് ആ സിനിമ ഭയങ്കര ഹിറ്റും കൂടെ ആയിക്കഴിഞ്ഞാൽ ആൾക്കാർ കാണിക്കുന്ന ഒരു സ്നേഹവും അത് ഭയങ്കര ഒരു ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ പറയുന്നത് പ്രേമലു സിനിമ മാത്രമല്ല, ശ്യാമിൻ്റെ ജീവിതത്തിലെ പ്രേമലു വന്നതിന് ശേഷമാണ് ശ്യാമ മൊത്തത്തിൽ ഇത്ര കളറായെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പകുതി ക്രെഡിറ്റ് എനിക്ക് ഞാൻ ഗോപികയ്ക്കാണ് കൊടുക്കുന്നത് എപ്പോഴും.
ഒരു ലക്കി ചാമാണ് എന്തായാലും ഗോപി, അതിൽ സംശയമൊന്നും ഇല്ലല്ലേ? അതെ അതെ, അത് ഉറപ്പായിട്ടും അത് ലക്കി ചാമാണ്, ഒരു സംശയമില്ല. കാരണം ആള് ഈ പറഞ്ഞ 2018 ആൾക്ക് ഞങ്ങൾ തമ്മിൽ അറിയാം. അപ്പം മുതൽ എൻ്റെ സ്ട്രഗിളും കാര്യങ്ങളും എല്ലാം കാണുന്ന ഒരാളും കൂടെയാണ്. അപ്പോൾ ആള് തന്നെ അപ്പോഴും ഞാൻ നമ്മളൊരു കല്യാണം എന്നുള്ളൊരു ഡിസിഷൻ എത്തിയപ്പോഴും എനിക്ക് പറഞ്ഞ പോലെ സിനിമയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആക്ടിങ് കരിയറിൽ എന്തെങ്കിലും ആയി തീരുമോ എന്നുള്ള എനിക്കൊരു ഷുവറിറ്റി ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ ചെയ്ത് ഈ പറഞ്ഞ പോലെ ഷോർട്ട് ഫിലിംസും യൂട്യൂബൊക്കെ ചെയ്ത് പോകുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ആൾ തന്നെയാണ് പറഞ്ഞാൽ നമുക്ക് കല്യാണം കഴിക്കാം, കുഴപ്പമില്ല. ആള് ട്രിവാൻഡ്രമൊക്കെ വിട്ട് കൊച്ചിയിൽ വന്നിട്ട്, അവിടെ ജനിച്ചു വളർന്ന ആളാണ്, ഞാനും ആണ്. എന്നാൽ പോലും ആൾ അവിടെ നിന്ന് പുറത്ത് പോയിട്ടില്ല. എന്നിട്ട് ആൾ തന്നെ പറഞ്ഞു നമുക്ക് ഇവിടെ ഞാൻ എന്തെങ്കിലും ജോലി നോക്കാം, ബാക്കി നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ അഡ്ജസ്റ്റ് ചെയ്യാൻ കുഴപ്പമില്ല, ഒരു ഫ്ലാറ്റ് എടുത്ത് അവിടെ നിൽക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ ആൾ ഈ പറഞ്ഞ് പർട്ടിക്കുലർ ശരിക്കും പറഞ്ഞ് ഈ ഒരു ഫ്ലാറ്റിലോട്ട് തന്നെയാണ്. ഈ ഫ്ലാറ്റും ഭയങ്കര ലക്കിയാണ് ശരിക്കും പറഞ്ഞാൽ. ഞങ്ങളുടെ ഇവിടെ വന്ന സമയത്താണ് ഞാൻ എൻ്റെ ഒരു നൈറ്റ് കോൾ എന്ന് പറഞ്ഞിട്ടൊരു ഷോർട്ട് ഫിലിം റിലീസായത് യൂട്യൂബിൽ. അത് ഭയങ്കരമായിട്ടൊരു എനിക്കൊരു ബ്രേക്ക് എന്നൊരു ഷോർട്ട് ഫിലിമാണ്. സത്യത്തിൽ പ്രേമലു സിനിമയല്ല ശ്യാമിന്റെ ബ്രേക്ക് എന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് കേട്ടോ. ആ നൈറ്റ് കോൾ എന്ന് പറയുന്ന ഷോർട്ട് ഫിലിമാണ് ശ്യാം എന്ന് പറയുന്ന ഒരാളുടെ വ്യത്യസ്തമായ ഒരു മുഖം പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിച്ച, ഒരു പക്ഷെ നമ്മൾ സിനിമയേക്കാൾ കൂടുതൽ ആക്സെപ്റ്റൻസ് കിട്ടിയ ഒരു ഷോർട്ട് ഫിലിം ആയിരുന്നു നൈറ്റ് കോൾ. ഉണ്ട് ഉറപ്പായിട്ട് ഇപ്പോഴും ആൾക്കാർ അത് മെസ്സേജ്. കാരണം നൈറ്റ് കോളിൻ്റെ ഡയറക്ടർ സോനു ആണ് ഇപ്പോൾ സത്യനന്ദിക്കാട് സാറിൻ്റെ പുതിയ പടം ലാലേട്ടൻ്റെ പടം എഴുതിയിട്ടുള്ളത്. അപ്പോൾ സത്യനന്ദിക്കാട് സാറിൻ്റെ മോൻ എന്നോട് ഇടയ്ക്ക് സംസാരിക്കാറുണ്ടായിരുന്നു. അപ്പോഴും പറയും, ഇടയ്ക്ക് അച്ഛൻ ഇങ്ങനെ ഇരുന്നിട്ട് പറയും നൈറ്റ് കോളിൻ്റെ കാര്യം എന്തൊക്കെ പറഞ്ഞിട്ട്. അപ്പം അത്രയും എന്നെ ദിലീപേട്ടനാണ് വിളിച്ചിട്ട് അപ്രീഷിയേറ്റ് ചെയ്ത് പറഞ്ഞു, സത്യൻ സാറാണ് എനിക്കിത് അയച്ചു തന്നത് ഈ ഷോർട്ട് ഫിലിം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ആലോചിച്ച് നോക്കണം. നമ്മൾ സത്യനന്ദിക്കാട് സാറിൻ്റെ ദിലീപേട്ടൻ്റെ പടമൊക്കെ കണ്ട് വളരുന്ന ഒരാളാണ്. അപ്പോൾ അവർ തന്നെ അത് കണ്ട് അതിനെപ്പറ്റി സംസാരിക്കുന്നു എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. അത് ഈ പറഞ്ഞ പോലെ എനിക്ക് കുറച്ചുകൂടി സിനിമയിൽ സീരിയസ് ക്യാരക്ടേഴ്സ് വരാനുള്ള ഒരു റീസണും കൂടെ ആയിരുന്നു. പ്രേമലു അതുകൊണ്ട് വന്നതല്ല. പ്രേമലു ശരിക്കും പറഞ്ഞാൽ പൊന്മുട്ടയും യൂട്യൂബാണ് എന്നെ ഹെൽപ്പ് ചെയ്തത്. കാരണം ഗിരീഷ് സ്ഥിരമായിട്ട് എൻ്റെ പൊന്മുട്ട വീഡിയോസൊക്കെ കാണുന്ന ഒരാളായിരുന്നു. പിന്നെ പത്രോസിൻ്റെ പടപ്പുകൾ എന്നുള്ള സിനിമയും കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് എന്നെ പ്രേമലുലോട്ട് ഈ ഓഡീഷന് വിളിക്കുകയും ഓഡീഷനിൽ സെലക്ട് ആവുകയും ചെയ്തത്. പക്ഷേ വേറൊരു സൈഡിൽ ഈ കോമഡി അല്ലാണ്ട് ഒരു സീരിയസ് ക്യാരക്ടറും ഇവനെ കൊണ്ട് ചെയ്യാൻ പറ്റും എന്ന് ഫിലിം മേക്കേഴ്സിന് തോന്നിയത് എനിക്ക് തോന്നുന്നു നൈറ്റ് കോൾ കണ്ടതിന് ശേഷമാണ്. ഈ അപ്രീസിയേഷൻ്റെ കാര്യം പറയുമ്പോൾ ഹൈദരാബാദിൽ ആരും അറിയാത്തൊരു ഗ്രാമത്തിൽ ആൾക്കാർ അപ്രീഷിയേറ്റ് ചെയ്തു എന്ന് പറഞ്ഞല്ലോ. ഇതിപ്പം രാജമൗലി അപ്രീഷിയേറ്റ് ചെയ്യുന്നു, ശിവകാർത്തികേയൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അങ്ങനെ നമ്മളെ സംബന്ധിച്ചിപ്പോൾ ആര്യ പറഞ്ഞത് വളരെ കറക്റ്റാണ്. ഈ അപ്രീസിയേഷനൊക്കെ കിട്ടുമ്പോൾ കാണുമ്പോൾ യൂട്യൂബിലൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നു നമ്മുടെ വീട്ടിലെ ഒരാൾക്കാണ് ഈ അപ്രീസിയേഷൻ കിട്ടുന്നത്. നമ്മൾ ഇരുന്ന് ചിരിക്കുക സന്തോഷം കൊണ്ട്. അപ്പം ഈ യൂട്യൂബ് ഉണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റ് ആണെന്ന് തോന്നുന്നു, ഈ സ്വന്തം വീട്ടിലെ കുട്ടി എന്നുള്ള ഒരു ഇമേജ്. അത് ശ്യാമിന് എപ്പോഴും ഫീൽ ചെയ്യാറില്ലേ? അതെ ഉണ്ട്. അതൊരു ഒരു ഇമേജ് ഭയങ്കര നല്ലതാണ് ശരിക്കും പറഞ്ഞാൽ. ഇപ്പോൾ എന്താ പറയുക, ആൾക്കാർ നമ്മളെ പ്രത്യേകിച്ച് കോമഡി ചെയ്യുന്നത് കൊണ്ട് കിട്ടുന്ന ഒരു ഗുണമാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം യൂട്യൂബിലെ വീഡിയോസ് ആയിരുന്നെങ്കിൽ പോലും നമ്മൾ ഹ്യൂമർ പരിപാടികളാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോഴാണെങ്കിൽ ആൾക്കാരും സംസാരിക്കുമ്പോൾ ഭയങ്കര ചേട്ടാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഹലോ അങ്ങനെ ഒരു എന്താ പറയുക, നമ്മളോടൊരു റെസ്പെക്റ്റോട് കൂടി ഭയങ്കര സീരിയസ് ആയിട്ടോ അല്ല നമ്മുടെ അടുത്ത് വരുന്നത്. കുറേ വർഷങ്ങൾക്ക് ശേഷം ഒരു ഫ്രണ്ടിനെ കാണുന്ന അല്ലെങ്കിൽ സ്ഥിരം കാണുന്ന ഒരു സുഹൃത്തിനെ കാണുന്ന പോലെയാണ്. ഇപ്പോഴാണെങ്കിലും പിള്ളേരൊക്കെ ഓടി വന്നിട്ട് നേരെ കൈ പിടിച്ചിട്ട് നിൽക്കുകയാണ്, മറ്റേ ചേട്ടൻ വലിയച്ഛൻ്റെ മോൻ എന്നൊക്കെ പറയുന്ന പോലുള്ളൊരു ഫീലിലാണ് നമ്മുടെ അടുത്ത് നിൽക്കുന്നത്. അത് ഈ ശ്രീധ പറഞ്ഞ ശരിയാണ്. ആ ഒരു ഫീല് ചില സമയത്ത് നമുക്കത് ദോഷവും ചെയ്യാറുണ്ട്. ആൾക്കാർ ടൂ മച്ച്, ചില ആൾക്കാർ, എല്ലാവരും എല്ലാം പറയുന്നത്, ചില ആൾക്കാർ ടൂ മച്ച് നമ്മുടെ ആരാധന അടിക്കാറൊന്നുമില്ല. ഇന്നലെ തന്നെ നമ്മൾ സിനിമ കാണുന്നപ്പോൾ ഒരു ചേട്ടൻ ഇങ്ങനെ കാഷ്വലി ഫാമിലിയുടെ ചേട്ടൻ നടന്നു പോവാ. ചേട്ടൻ എന്താണ് ഇപ്പൊ പടമൊന്നും ഇല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ഒരു സെക്കൻഡ് നമ്മളിങ്ങനെ സ്റ്റക്കായി. ഞാൻ പറഞ്ഞു ഇല്ല, പടം ഇല്ല, പടം കാണാൻ വന്നതാണെന്ന് പറഞ്ഞു. അത് ഈ പറഞ്ഞ പോലെ ആൾക്കാർ ഓരോരുത്തർ ചെയ്യുന്ന രീതിയാണ്. മനഃപൂർവ്വം ഇങ്ങനെ ഹർട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടായിരിക്കില്ല. പക്ഷെ അത് രസമാണ് കേട്ടോ, ഭയങ്കര രസമാണ്. നമ്മൾ പിന്നെ ആലോചിക്കുമ്പോൾ ഭയങ്കര കോമഡിയാണ് പലതും. പക്ഷെ ഈ പറഞ്ഞ പോലെ ഒരു നമുക്കറിയുന്ന ഒരാൾ എന്നുള്ളൊരു സാധനം ഭയങ്കരമായിട്ട് ആൾക്കാർക്കുണ്ട്. അത് നമുക്കും ഭയങ്കര ഇതാണ്. എനിക്ക് ഭയങ്കര ആൾക്കാർ എന്നോട് റെസ്പെക്ട് കാണിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഞാൻ പണ്ട് സിറ്റി ബാങ്കിൽ വർക്ക് ചെയ്യുന്ന സമയത്താണെങ്കിലും അവിടുത്തെ സെക്യൂരിറ്റിക്കാരും ഡ്രൈവർമാരും സാറെന്നൊക്കെ വിളിക്കുമ്പോൾ ഞാൻ അവരോട് പറയായിരുന്നു, ചേട്ടാ സാറിന് വിളിക്കേണ്ട അതിൻ്റെ പേര് വിളിച്ചാൽ മതി എന്ന് പറയുമായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരു ഹയറാർക്കി ഫോളോ ചെയ്യുന്ന ആൾക്കാരാണല്ലോ അവിടെയൊക്കെ. അപ്പോൾ എനിക്ക് ആൾക്കാർ വന്നിട്ട് കാഷ്വലി സംസാരിക്കുന്ന പരിചയമുള്ളവർ സംസാരിക്കുമ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അത് മതി, അതാണ് നല്ലത്. ഇപ്പൊ ഈ പുതിയ വിശേഷങ്ങൾ, പുതിയ സിനിമയെ കുറിച്ച് പറയുമ്പോഴേ ഞങ്ങൾ ആരാധകരെല്ലാം ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് പ്രേമലു 2-ന് വേണ്ടിയിട്ടാണ്. ഇതെപ്പോ കാണാൻ പറ്റും? അതെ, 198ാമത്തെ തവണ മറുപടി പറയുന്നു. അതെ, തുടങ്ങുമെന്ന്. അതെ, 200 ഇപ്പോൾ. ജൂൺ ജൂലൈയിലാണ് ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് പറഞ്ഞേക്കുന്നത്. എക്സാക്ട് ഡേറ്റ് കാര്യങ്ങൾ ഇതുവരെ നമ്മളോട് പറഞ്ഞിട്ടില്ല.
നമ്മൾ വെയിറ്റിംഗ് ആണ് ശരിക്കും പറഞ്ഞത്. ഞങ്ങളെല്ലാവരും ഏറ്റവും ഈ പറഞ്ഞ പോലെ സംഗീത ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞ പോലെ ഞങ്ങളുടെ ഫിക്സഡ് ഡിപ്പോസിറ്റ് ആണ് പ്രേമലു 2 എന്ന് പറയുന്നത്. പ്രേമലു കഴിഞ്ഞ സമയത്തും ഞങ്ങൾക്ക് ഞാനും സംഗീതമായിട്ട് സംഗീതം എന്ന് പറയുന്നത് അമൽ ഡേവിസ് ആണ്. സംഗീതമായിട്ട് സംസാരിക്കുമ്പോഴും ഞങ്ങളിങ്ങനെ ഇനി എന്ത് ചെയ്യണം എന്നൊക്കെ ഒരു കൺഫ്യൂഷൻ വരില്ല. ഒരു പടത്തിൽ ഭയങ്കര ഹിറ്റ് ഒരു പരിപാടി വന്നിട്ട് ഒരു ക്യാരക്ടർ ചെയ്താൽ പിന്നെ എന്ത് ചെയ്യണം എന്നുള്ള ഭയങ്കര കൺഫ്യൂഷനാണ്. ഇനി എന്ത് ടൈപ്പ് സിനിമ ചെയ്യണം, എന്ത് റോൾ ചെയ്യണം. അപ്പോൾ ഞാനും സംഗീതം അഖിലേക്ക് ഇങ്ങനെ പറയുമായിരുന്നു, നമുക്ക് എന്തൊക്കെ ചെയ്താലും ഈ ഒരു വർഷത്തെ ഗ്യാപ്പ് കഴിഞ്ഞാൽ നമുക്കൊരു FT അവിടെ കിടപ്പുണ്ട് പ്രേമലു 2. അതുകൊണ്ട് വലിയ റിസ്ക് എടുക്കണ്ട, ഒരുവിധം കുഴപ്പമില്ലാത്ത നല്ല പടങ്ങൾ മാത്രം നോക്കി ചെയ്താൽ മതി, ഡെസ്പറേറ്റ് ആയിട്ട് വരുന്ന പടങ്ങൾ മുഴുവൻ ചെയ്യാൻ നിൽക്കണ്ട എന്നുള്ളൊരു ലൈനാണ്. ഈ ഡിസ്കഷൻസും കാരണം എന്താ വെച്ചാൽ നിങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സ് ആയിട്ടുള്ള നസ്ലനും മമിതയും ഒക്കെ ഓൾറെഡി അവര് വളരെ കുട്ടികളാണ്, അവർക്ക് പ്രായം വളരെ കുറവാണെങ്കിൽ അവർ വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആക്ടേഴ്സ് ആയി കഴിഞ്ഞു ഇപ്പൊ തന്നെ. പക്ഷെ നിങ്ങളൊരു വലിയ ഗ്രൂപ്പ്, കൂടെ നിൽക്കുന്ന ഒരു വലിയ ഗ്രൂപ്പ് ഉണ്ട്. അപ്പം നിങ്ങൾക്കിടയിൽ ഈ ഡിസ്കഷൻസ് ഒക്കെ നടക്കാറുണ്ടോ? ഈ ഒരു സിനിമ വരുമ്പോഴും അങ്ങനെ ഒരു പരസ്പരം ഇത് കൊള്ളാവോ, എടുത്ത പണിയാവോ, എങ്ങനെയുള്ള ഒരു ഡിസ്കഷൻസ് ഒക്കെ ഉണ്ടാവാറുണ്ടോ? പിന്നെ ഉറപ്പായിട്ടും പ്രത്യേകിച്ച് ഞാനും സംഗീതും അഖിലയും ഞങ്ങൾ സ്ഥിരമായിട്ട് ഡിസ്കഷൻസിലുള്ള ആൾക്കാരാണ്. കാരണം പല പടങ്ങളും പ്രേമലു കഴിഞ്ഞ സമയത്ത് ആ ഒരു ഹൈപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളെ കാസ്റ്റ് ചെയ്തിട്ട് ഒരുപാട് പടങ്ങൾ ടുഗദർ ഒരുമിച്ച് കാസ്റ്റ് ചെയ്തിട്ട് ഒരുപാട് പടങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. വെച്ചാൽ പ്രേമലു നസ്ലിനും എന്താ പറയുക, സംഗീതം ശ്യാമ ഒന്നിക്കുന്നു, അമൽ ഡേവിസും ആദ്യം ഒന്നിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ പലതും കഥ കേൾക്കുമ്പോൾ നമുക്കറിയാം അത് വെറുതെ ആ ഒരു ഹൈപ്പ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലാണ്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടായിട്ടല്ല. അപ്പം ഞങ്ങൾ അങ്ങോട്ടും വിളിക്കും, എടാ ഇത് ഇങ്ങനെ ഒരു സാധനം കേട്ടല്ലോ, എടാ വേണ്ട വിട്ടേക്ക്, അത് വേണ്ട, അത് കൊള്ളൂല എന്ന് പറഞ്ഞിട്ട്. അതുണ്ട്, എപ്പോഴും ഉണ്ട്. ഇപ്പോൾ പേയ്മെൻറ്റ് പൈസയുടെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പോലും നമ്മൾ തമ്മിൽ സംസാരിക്കും, എടാ എത്ര പറയണോടാ, എത്ര ദിവസം ഉണ്ട്, എത്ര ആയിരിക്കും ജനറൽ ആൾക്കാർ പറയുക ഇങ്ങനെ ഒരു ക്യാരക്ടർ, അങ്ങനെ എല്ലാ സംസാരവും ഉണ്ട്. ഇപ്പോൾ സംഗീതം ഏത് ലൊക്കേഷനിലാണ് അല്ലെങ്കിൽ ഞാൻ ഏത് ലൊക്കേഷനിലാണ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. അഖിലയും ഞാനും ഒരുമിച്ച് ഇപ്പോൾ ഒരു പടത്തിൻ്റെ ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ സംസാരിച്ച് വന്നപ്പോൾ അത് വർക്കൗട്ട് ആയില്ല. പക്ഷെ അപ്പോഴും ഞങ്ങളിങ്ങനെ ഡെയിലി ബേസിസിൽ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്, എടീ അത് ഇത്ര ദിവസത്തെ ഷൂട്ടല്ലേ, നൈറ്റ് ഷൂട്ടാണോ, അതാണോ ഇതാണോ, അത് നീ ചെയ്യുന്നുണ്ടോ, എന്താണ് പറഞ്ഞാൽ അവർ അങ്ങനെയൊക്കെ സംസാരിച്ചുകൊണ്ടേയിരിക്കും. അത് പിന്നെ നസ്ലിനായാലും മമിതയാണെങ്കിലും ഞങ്ങൾ സംസാരിക്കും. അവർ കുറച്ചുകൂടെ ബിസിയാണ്, എന്നാൽ പോലും ഇങ്ങനത്തെ കാര്യങ്ങൾ പല കാര്യങ്ങളും നസ്ലിനോട് എന്തെങ്കിലും ഡൗട്ട്, അവൻ ഇപ്പോൾ പറഞ്ഞ പോലെ കുട്ടിയാണെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഈ കാര്യങ്ങളിൽ അവൻ ഭയങ്കര മെച്ചോർഡാണ്. പറഞ്ഞ പോലെ നമ്മളെക്കാട്ടി മുമ്പ് സിനിമ വന്ന ആളാണ്. അപ്പോൾ എനിക്കുള്ള പല ഡൗട്ടും ഞാൻ നസ്ലിനോടാണ് ചോദിക്കാറുള്ളത്, എടാ ഇതെങ്ങനെ ഡീൽ ചെയ്യണം, അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് ഇങ്ങനത്തെ പരിപാടി എന്നൊക്കെ പറഞ്ഞിട്ട്. അമിതാണേലും അതെ. അപ്പം അത് ഈ ജനറേഷൻ്റെ ഒരു ഭാഗ്യമാണ്. ഇവരുടെയൊക്കെ ഏജിൽ ഞാനൊക്കെ ബാലരമ വെച്ച് നടക്കുകയാണ്, ആലോചിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ ഒരു ജനറേഷൻ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര അവരുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് അവർക്ക് ചെയ്യാനറിയാം. അത് വലിയൊരു ഇതാണ് ശരിക്കും പറഞ്ഞാൽ. എല്ലാവരും വിചാരിച്ചത് ശ്യാമിന് അവരുടെയൊക്കെ പ്രായമുള്ളൂ എന്നാണ്, വെറുതെ ഇതൊക്കെ പറഞ്ഞിട്ട് തെറ്റിദ്ധരിപ്പിച്ചില്ല ആൾക്കാരെ. എന്റെ പ്രായം ഭയങ്കര ഒരു മരീചികയാണ്. ശ്യാമേ ഇത്രയൊക്കെ പറഞ്ഞു, ഇനി നമ്മള് ശ്യാമ എന്നുള്ളത് ശ്യാമിന്റെ ഇൻസ്റ്റാ. അപ്പൊ ശ്യാമേ ഒരു പാട്ട് പാടണ്ടേ നമുക്ക്? വിഷു ഒക്കെ അല്ലേ? അതെ 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 അതെ. വിഷു ആയ നമ്മള് പാട്ട് പാടണം. എന്നെ നെട്ടിച്ചൊരു കാര്യം ഞാൻ പറയട്ടെ ശ്രീശേഷി. അതായത് കഴിഞ്ഞ ദിവസം ഞാൻ ഇൻസ്റ്റയില് ഒരു വീഡിയോ കണ്ടു. നമ്മുടെ പ്രശസ്തനായ ഗായകൻ ജി വേണുഗോപാലിനൊപ്പം ശ്യാം ഇരിക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പൊ ഈ വീഡിയോ തുടങ്ങുന്ന സമയത്ത് ഒരു പുള്ളിയാണ് ആദ്യം സംസാരിക്കുന്നത്. അപ്പൊ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നത് എന്തിനാണെന്നറിയോ, എന്തെങ്കിലും ഒരു കോമഡി ഇവിടെ സംഭവിക്കും. ഞാൻ ചിരിക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. പക്ഷെ അപ്രതീക്ഷിതമായ ഒരു പാട്ട് ഞാൻ കേട്ടു ഒരാളുടെ കയ്യിൽ നിന്ന്. ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി. അതിനു മുമ്പ് ശ്യാം എന്ന് പറയുന്ന ഒരു ഗായകനെ എനിക്കറിയില്ലായിരുന്നു. ഞാൻ ആ വീഡിയോ കണ്ട് ശരിക്കും ഷോക്കായി കേട്ടോ. എത്ര ഭംഗിയായിട്ടാണ് പാടുന്നതെന്നറിയോ. ശ്യാമേ ഇവര് തിരിച്ചറിയാൻ വൈകിപ്പോയി അല്ലേ? അതെ, മ്യൂസിക്കലിയിലും ഒക്കെ പാടി സ്നൂഡിലും ഒക്കെ പാടി തെളിഞ്ഞൊരു ഗായകൻ. പക്ഷെ എന്നെ പോലെ ഞെട്ടി ഒരുപാട് പ്രേക്ഷകരുണ്ട്. അതിന്റെ കമന്റ് സെക്ഷൻ നോക്കിയാൽ തന്നെ അറിയാം. അതില് ശ്യാമിന്റെ ഏറ്റവും മറ്റേ ഹിറ്റ് പരിപാടികളിൽ ഒന്നാണ് ഈ തെറ്റിച്ച് പാടൽ, ലിറിക്സ് മാറ്റിപ്പാടൽ, തെറ്റിച്ച് പാടൽ. ഞങ്ങളെ പോലുള്ളവരൊക്കെ ജീവിക്കുന്നത് ശ്യാമിന്റെ ധൈര്യത്തിലാണ്. ഒരു സമയത്ത് അതെ ശ്രീതേട്ടനൊക്കെ അങ്ങനെയാണ് എന്നോട് കമ്പനിയായി. ഈ പറഞ്ഞാൽ ശ്യാം പുഷ്കരൻ, ശ്യാമേട്ടനൊക്കെ എന്നോട് ആദ്യമായിട്ട് സംസാരിക്കുന്നത് ഈ ടൈപ്പ് വീഡിയോസ് കണ്ടിട്ടാണ്. ഞാൻ ഈ ലിറിക്സ് തെറ്റിച്ച് പാടുന്നു അല്ലെങ്കിൽ പാട്ട് മിക്സ് ചെയ്ത് പാടുന്നു എന്ന് പറയുന്നത്. ആ ഒരു ഭയങ്കരമായിട്ട് യൂട്യൂബ് അല്ലാണ്ട് എനിക്കൊരു ബൂസ്റ്റ് തന്നൊരു സംഭവമാണ് ഈ സോഷ്യൽ മീഡിയ, ഇൻസ്റ്റാഗ്രാം റീൽസ്. ആ സമയത്ത് പ്രത്യേകിച്ച് കോവിഡ് സമയത്ത് എല്ലാവരും ഇങ്ങനെ ഫ്രീ ആയിട്ടിരുന്നത് കൊണ്ട് ഇങ്ങനത്തെ കണ്ടന്റുകൾ ഒരുപാട് ആ സമയത്ത് സർക്കുലേറ്റ് ആയിട്ട് ഒരുപാട് ആൾക്കാർ എൻ്റെ ഫേസ് കണ്ടു. അതും ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്.
സിംഗറാണ്, ഞാൻ സിംഗറാണെന്ന് ഞാൻ ഒരിക്കലും അവകാശപ്പെടാറൊന്നുമില്ല, ഞാൻ പാട്ട് പഠിച്ചിട്ടൊന്നുമില്ല. പക്ഷേ പാടാൻ ഇഷ്ടമാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ സ്മ്യൂൾ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നൊരു സംഭവം ഗോപികയെ അവിടെ നിന്നാണ് കിട്ടിയത്. ആ ഒരു കമ്മ്യൂണിറ്റിയിൽ കുറേ വർഷം ഈ പറഞ്ഞ പോലെ കണ്ടിന്യൂസ്ലി നമ്മൾ എവരിഡേ രാവിലെ എഴുന്നേറ്റിട്ട് മറ്റേ എക്സർസൈസ് ചെയ്യുന്ന പോലെ ആയിരുന്നു. എല്ലാ ദിവസവും രാവിലെ എഴുന്നേക്കുന്നു, സ്മ്യൂൾ നോക്കുന്നു, ഇന്ന് ഏത് പാട്ട് പാടാം എന്നുള്ളൊരു ലൈനായിരുന്നു. അങ്ങനെ ഡെയിലി പ്രാക്ടീസ് പോലെ ആയിരുന്നുകൊണ്ട് അത് ഇംപ്രസ് ചെയ്യാനായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു എക്സസൈസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വേണമെങ്കിൽ സ്മ്യൂൽ ഗായകൻ എന്ന് വിളിക്കാം, അല്ലാണ്ട് പാട്ടുകാരനൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ പാട്ട് വരട്ടെ, പാട്ട്. ഓക്കെ ഓക്കെ. ഒരു വേണു സാറിൻ്റെ കാര്യം പറഞ്ഞാൽ വേണു സാറിൻ്റെ തന്നെ ഒരു വിഷു റിലേറ്റഡ് പാട്ട് തന്നെ ഞാൻ പാടാം. ഞാൻ അപ്പം അധികം പാടിയിട്ടില്ല, പാടി നോക്കാം ഒരു പാട്ട്. കൈ നിറയെ വെണ്ണ തരാം, കവിളിലൊരുമ്മ തരാം, കണ്ണൻ കവിളിലൊരുമ്മ തരാം. കൈ നിറയെ വെണ്ണ തരാം, കവിളിലൊരുമ്മ തരാം, കണ്ണൻ കവിളിലൊരുമ്മ തരാം. നിന്മടി മേലെ തല ചായ്ച്ചുറങ്ങാൻ, നിന്മടി മേലെ തല ചായ്ച്ചുറങ്ങാൻ, കൊതിയുള്ളൊരുണ്ണീതാ ചാരേ, കൈ നിറയെ വെണ്ണ തരാം, കവിളിലൊരുമ്മ തരാം, കണ്ണൻ കവിളിലൊരുമ്മ തരാം. ടെസ്റ്റ് പാസ്റ്റ്. ഇനി ഈ പാട്ട് എവിടെ വേണമെങ്കിലും ധൈര്യമായിട്ട് പാടാം. വളരെ വളരെ സന്തോഷം അല്ലേ, ഇന്നത്തെ ദിവസം രാവിലെ ശ്യാമിനെ പോലെ അടുത്ത സുഹൃത്തിനോട് സംസാരിക്കാൻ പറ്റിയതിൽ. അതിലേറെ സ്വന്തം ആഗ്രഹങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ തീരുമാനം എടുക്കുമ്പോൾ കഠിനാധ്വാനവും ഒരു ഇച്ഛാശക്തിയും ഉണ്ടായാൽ മതി, ബാക്കിയൊക്കെ പിറകെ വന്നോളും എന്നതിന് എന്നോട് ആരെങ്കിലുമൊക്കെ എക്സാമ്പിൾ ചോദിച്ചാൽ എനിക്കിപ്പോൾ പറയാൻ ഒരു സുഹൃത്തിൻ്റെ പേര് കൂടി ഉണ്ട് എന്നതാണ്. സന്തോഷം ശ്യാം, വളരെ വളരെ സന്തോഷം. നമ്മുടെ ആഗ്രഹം പോലെ നമുക്കൊരു സ്ക്രീൻ അപ്പുറവും ഇപ്പുറവും ഇങ്ങനെ ഇരിക്കാൻ സംസാരിക്കാൻ പറ്റിയതിൽ. താങ്ക് യു ശ്രീജ. അപ്പോൾ ഒരിക്കൽ കൂടി വിഷു ആശംസകൾ. അപ്പോൾ നമുക്ക് ഇനിയും കാണാം പുതിയ സിനിമകളും വിശേഷങ്ങളും ഒക്കെ. ഉറപ്പായിട്ടും നമ്മുടെ ഒരു സുഹൃത്തുക്കളായിട്ട് ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു ഒഫീഷ്യൽ പരിപാടികൾ ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും ചിരിയും ചമ്മലും ഒക്കെ വരാറുണ്ട്. അതുകൊണ്ട് ഞാനത് TV-യിൽ നോക്കിയിട്ടില്ല, ഇവിടെ കുറച്ച് ഡിലേ ഉണ്ടെന്ന് തോന്നുന്നു. എന്തായാലും ഭയങ്കര സന്തോഷം ശ്രീജയായിട്ട് സംസാരിക്കാൻ പറ്റിയില്ല. ആര്യ ഓൾസോ താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും ഇവിടെ വന്ന ക്രൂവിനും എല്ലാവർക്കും ഹാപ്പി വിഷു ആശംസകൾ. താങ്ക് യു സോ മച്ച്. താങ്ക് യു ശ്യാം. അപ്പം എല്ലാ ആശംസകളും. അടുത്ത കൊല്ലം ഇതിനെക്കാട്ടിലും തിരക്കുള്ള ആളായി മാറട്ടെ. ഇടയ്ക്കൊക്കെ മെസ്സേജ് അയക്കാൻ വിട്ടുപോരുത് അപ്പോഴും കേട്ടോ. ശരി, ബൈ ബൈ. ഇല്ല ഉറപ്പായിട്ടും. താങ്ക് യു. ശരി. ശ്യാം മോഹൻ. ശ്യാം യൂട്യൂബിലൂടെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ നമ്മൾ മലയാളികൾക്ക് പ്രിയങ്കരനായ ഒരാളാണ്. പിന്നീടാണ് ശ്യാം ഈ ഒരു എന്താ പറയുക ഷോർട്ട് ഫിലിം എന്നൊക്കെ പറയുന്നത് നമ്മൾ വിചാരിച്ചിരുന്നത് അതൊരു സൈഡിൽ കൂടെ പോകുന്ന കാര്യമായിരുന്നു. പക്ഷെ അല്ല, ഒരാളുടെ ടാലന്റും ലോകത്തിന് മുന്നിലേക്ക് വെക്കാൻ അത് ഏറ്റവും നല്ല ഒരു വഴിയാണെന്ന് തെളിയിച്ച ഒരുപാട് പേർക്ക് മാതൃകയാക്കാവുന്ന ഒരു വ്യക്തിയാണ്. മാത്രമല്ല, ഞാൻ ശ്യാമിനെ സ്ക്രീനിൽ കാണുമ്പോൾ മുതൽ, അത് ഇപ്പൊ സിനിമയിൽ കണ്ടാലും അല്ലാതെ ഇപ്പൊ ഈ ഇന്റർവ്യൂവിൽ കണ്ടാലും ഒക്കെ നമ്മുടെ മനസ്സിൽ അല്ലെങ്കിൽ മുഖത്തൊക്കെ അറിയാതൊരു ചിരി വരും. ചില ആളുകളെ കാണുമ്പോൾ അങ്ങനെയാണല്ലേ, നമ്മൾ നിറഞ്ഞു ചിരിക്കും, നിറഞ്ഞ സന്തോഷം തോന്നും. അപ്പം വിഷുദിനത്തിൽ നമുക്ക് ശ്യാമിനെ തന്നെ ഗസ്റ്റായി കിട്ടിയതിൽ അത്രത്തോളം സന്തോഷമുണ്ട്. പ്രേക്ഷകർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് കാണുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ശരി, നമ്മൾ ഇനി വാർത്തകളിലേക്ക് പോകുമ്പോൾ നമ്മൾ വളരെ ഹാപ്പി മൂഡിലൊക്കെയാണ് നിൽക്കുന്നത്. വിഷുവാണ്. പക്ഷേ ഇതിനിടയിൽ നമ്മളെ ആശങ്കപ്പെടുത്തുന്ന വിഷമിപ്പിക്കുന്ന ചില വാർത്തകൾ കൂടി വരുന്നുണ്ട്. സംസ്ഥാനത്ത് വീണ്ടും ഒരു കാട്ടാന ഒരു മനുഷ്യജീവൻ എടുത്തിരിക്കുകയാണ്. അതിരപ്പള്ളി അടച്ചിൽ തോട്ടയിൽ കാട്ടാന ആക്രമണത്തിൽ യുവാവ് കൊല്ലപ്പെട്ടു എന്ന വാർത്തയാണ് വരുന്നത്. അടച്ചിൽ തോട്ടി ഊരിലെ തമ്പാന്റെ മകൻ സെബാസ്റ്റ്യൻ ആണ് കൊല്ലപ്പെട്ടത്. തേൻ ശേഖരിച്ച് മടങ്ങി വരുന്നതിനിടെയായിരുന്നു ഈ ആക്രമണം സംഭവിച്ചത്. ഇന്നലെ നടന്നാണ് തേനെടുക്കാൻ പോയ സമയത്താണ് ഒരു 3 പേര് രാത്രി ഓരോ 10-9:15 സമയമൊക്കെയാണ് ഇത് സംഭവം. കോളനി തൊട്ടടുത്താണ്. ഇവർ രാത്രി തേനെടുക്കാൻ പോയി. ആദിവാസികൾക്ക് ഇപ്പോൾ തേനിന് ശേഷമാണ്, അതുകൊണ്ട് എല്ലാ ആദിവാസികളും ഇങ്ങനെ തേനെടുക്കാൻ പോകും. ഇങ്ങനെ വഴിയിൽ വെച്ച് ആന തട്ടി. പിന്നീട് ആനയിനെ ഒച്ച കേട്ടപ്പോൾ കോളനിക്കാരെല്ലാവരും പോയി രാത്രി ചവിട്ടി തിരുമ്പി കാല് എല്ലുന്ന പൊട്ടി.
സംസ്ഥാനത്ത് കാട്ടാന ആക്രമണത്തിൽ ഒരു ജീവൻ കൂടി പൊലിഞ്ഞിരിക്കുന്നു. വളരെ സങ്കടമാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ നിരന്തരം കേൾക്കേണ്ടി വരുന്നു എന്നുള്ളത്. വീണ്ടും വീണ്ടും അത്തരം വാർത്തകൾ പറയേണ്ടി വരുന്ന നമുക്കും അത് വലിയ പ്രയാസം ഉണ്ടാക്കുന്നതാണ്. നമ്മൾ ഇനി ആ വാർത്തയിൽ നിന്ന് ഒന്ന് മൂഡ് മാറണമല്ലോ, വിഷു ഒക്കെ അല്ലേ. അപ്പൊ നമ്മൾ സ്പെഷ്യൽ ഡേ വിഷസിലേക്ക് പോവാണ്. ആർക്കൊക്കെയാണ് ഇന്ന് വിഷു ദിനത്തിൽ സ്പെഷ്യൽ ഡേ ആയിട്ടുള്ള ആളുകൾ അല്ലേ? ഓക്കെ, ആദ്യം ഞങ്ങളുടെ സഹപ്രവർത്തകൻ NG മിഥുന്റെയും പൂജയുടെയും 2ാം വിവാഹ വാർഷികമാണ്. മിഥുൻ, ഹാപ്പി ആനിവേഴ്സറി. ഗുഡ് മോർണിംഗ്. ഉറക്കം എഴുന്നേറ്റോ? തിരിച്ച് ഹാപ്പി ആനിവേഴ്സറി. ഇല്ല, ഞങ്ങളുടെ ആനിവേഴ്സറി അല്ല, നിന്റെ ആനിവേഴ്സറി. ഞാൻ ഇനിയിട്ടേ ഉള്ളായിരുന്നു. അപ്പോഴേ സംഭവം ഞാൻ ടെലിവല്ലോ എന്ന് വിചാരിച്ചെടുത്തേ. എന്തോ ടെലീൻ തരാണ്. ഏത് വിഷയത്തിൽ ലൈവ് നിൽക്കാൻ പറഞ്ഞാലും മിഥുൻ അപ്പൊ പഠിച്ചു നിൽക്കുന്ന ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് മിഥുൻ വിചാരിച്ച് എന്തോ ലൈവ് നിൽക്കാൻ വേണ്ടി വിളിച്ചാന്ന് കരുതിയിട്ടാണ് തോന്നുന്നു ഫോൺ എടുത്തത്. അപ്പോൾ മിഥുനും പൂജയ്ക്കും ഈ വിഷു ദിവസം വളരെ വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ്. ഇന്ന് ആനിവേഴ്സറി കൂടെ ആഘോഷിക്കുമ്പോൾ ഇരട്ടി മധുരമാണ്. അതെ അതെ. അപ്പൊ 2 പായസം. എന്താണ് ഇന്ന് സ്പെഷ്യൽ? എന്താണ് ആനിവേഴ്സറിയും വിഷു ഒക്കെ ആയിട്ട്? സ്പെഷ്യൽ ഒന്നുമില്ല. 2 വർഷമായി. എന്തായാലും അതുകൊണ്ട് 2 വർഷമായ സ്പെഷ്യൽ വേണ്ടെന്നാണോ? എവിടെ പൂജ? 2 വർഷമായാലും സ്പെഷ്യലാണ്. ഓരോ വർഷവും ഓരോ ദിവസവും സ്പെഷ്യൽ ആവട്ടെ. ഹൃദയം നിറഞ്ഞ ആശംസകൾ മിഥുൻ. പൂജയ്ക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ. ഇവർ രണ്ടുപേരും എന്നെ സംബന്ധിച്ച് കുറച്ചും കൂടി അടുത്ത ആൾക്കാരാണ്. രണ്ടുപേരും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സും കൂടിയാണ്. അപ്പൊ രണ്ടുപേർക്കും എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. ഉറക്കത്തിലായതുകൊണ്ടാണ് നമ്മൾ പറയുന്നതൊക്കെ സ്വപ്നമാണോ എന്ന് പോലും തിരിച്ചറിയാതെ ഇങ്ങനെ നിൽക്കുകയാണ്. കുറച്ച് കഴിയുമ്പോൾ മിഥുൻ എണീറ്റ് നുള്ളിയൊക്കെ ശരിക്കുമാണോ സ്വപ്നത്തിലാണോ? എന്തായാലും സ്വപ്നം പോലെ സന്തോഷകരമായ ഒരു ജീവിതം രണ്ടുപേർക്കും ഉണ്ടാവട്ടെ. ഹൃദയം നിറഞ്ഞ ആശംസകൾ. ശരി. അടുത്തത് കൊല്ലം കടക്കൽ സ്വദേശികളായ അജുവിന്റെയും പൂർണിമയുടെയും 3ാം വിവാഹ വാർഷികമാണ്. അപ്പം രണ്ടുപേർക്കും ഹൃദയം നിറഞ്ഞ വിവാഹ വാർഷിക ആശംസകൾ ഞങ്ങൾ ന്യൂസ് 18 കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും അറിയിക്കുകയാണ്. അപ്പോൾ വിഷു ആനിവേഴ്സറി ഒക്കെ രണ്ടുപേരും കൂടെ അടിച്ചു പൊളിക്കപ്പോ. ശരി, ഇനി അടുത്തത് ചെർപ്പുളശ്ശേരിയിലേക്കാണ് ആശംസ പോകുന്നത്. അസ്ലത്തിന്റെയും ഷഹനയുടെയും വിവാഹ വാർഷികമാണ്. ഷഹന ഞങ്ങളുടെ ഒരു കുടുംബാംഗമാണ്. ഞങ്ങളുടെ സഹപ്രവർത്തക ഐഷത്തുൽ ഷംനയുടെ ചേച്ചിയാണ് ഷഹന. അപ്പോൾ ഷഹനയ്ക്കും അസ്ലത്തിനും ഹൃദയം നിറഞ്ഞ വിവാഹ വാർഷികാശംസകൾ. അതേപോലെ തന്നെ ഹരിപ്പാടുള്ള സാറ അൽ ഹിന്ദിന്റെ 10ാം പിറന്നാളാണിന്ന്. ആശംസകളുമായി അപ്പാപ്പിയും അപ്പായും മക്കളുമാണ് ന്യൂസ് 18നോട് ഇവരോട് ആശംസകൾ അറിയിക്കണമെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് മെസ്സേജ് അയച്ചിട്ടുള്ളത്. അപ്പം സാറമോളെ വെരി ഹാപ്പി ബർത്ത്ഡേ. ഇന്നത്തെ ദിവസം അടിച്ചു പൊളിക്കുക, ഒരു നല്ല വർഷമാകട്ടെ എന്ന് ആശംസിക്കുകയാണ് ന്യൂസ് 18 കുടുംബവും. അടുത്തത് റാന്നിയിലുള്ള രാജു അമ്മോന്റെയും ഭാര്യ പ്രഭ രാജു ചിറ്റേട്ടിന്റെയും 40ാം വിവാഹ വാർഷികമാണ്. രണ്ടുപേർക്കും, ശ്രീ രാജുവിനും ശ്രീമതി പ്രഭയ്ക്കും ഞങ്ങളുടെ ന്യൂസ് 18 കുടുംബത്തിന്റെ കൂടി ഹൃദയം നിറഞ്ഞ ആനിവേഴ്സറി വിഷസ്. വിഷു വിശേഷങ്ങൾ കേരളത്തിൻ്റെ മുഴുവൻ ഭാഗത്തു നിന്ന് വിഷു നന്നായി ആഘോഷിക്കുന്ന ഇടങ്ങളിൽ നിന്നുള്ള പ്രത്യേകിച്ചുള്ള കാഴ്ചകളും ഒക്കെ ആയിട്ട് നമ്മൾ എന്തായാലും ഒരു 1.5 മണിക്കൂർ വളരെ ലൈവായി നമ്മൾ കുറേ വിഷു കാഴ്ചകൾ കണ്ടു, വിശേഷം കേട്ടു. അപ്പോൾ ഇനി നമുക്കൊരു സ്പെഷ്യൽ പ്രോഗ്രാമിലേക്ക് പോയാലോ? കണ്ണനാണ് കണി. ഈ കണ്ണനാണ് കണി എന്നൊക്കെ പറയുമ്പോൾ കണ്ണൻ നമ്മൾ എപ്പോഴും വളരെ സ്വീറ്റ് ആൻഡ് സോഫ്റ്റ്, നമുക്ക് നമ്മുടെ കുട്ടിയെ പോലെയൊക്കെ തോന്നുന്ന ആളാണല്ലോ. പക്ഷെ അങ്ങനെ അല്ലാത്ത കൃഷ്ണനും ഉണ്ട്. ആ കൃഷ്ണനെ അറിയാനാണ് നമ്മൾ പോകുന്നത്. ഉഗ്രമൂർത്തിയായ കൃഷ്ണപ്രതിഷ്ഠയുള്ള തിരുവനന്തപുരം പേരൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്നുള്ള വിശേഷങ്ങളിലേക്കാണ്. അവിടെ വലിയ ആഘോഷവും വലിയ തിരക്കുള്ള ഒരു ക്ഷേത്രം കൂടിയാണ്. അപ്പോൾ ആ ക്ഷേത്രത്തിലെ കാഴ്ചകളിലേക്കും വിശേഷങ്ങളിലേക്കുമാണ് ഇതിനുശേഷം നമ്മൾ പോകുന്നത്. അതിനുശേഷം വാർത്തകളിലേക്ക് നമ്മൾ മടങ്ങിയെത്തും. തീർച്ചയായും. you